കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 60-ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 6 ദിവസം പോലെ നമുക്ക് തോന്നുന്നു അല്ലെ, പിന്നിട്ട് പോയ ദിവസങ്ങൾ. എനിക്ക് തോന്നുന്നില്ല നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ക്ലാസ്സുകളിൽ ഒരുമിച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ 40 years മിനിസ്ട്രിയുടെ എക്സ്പീരിയൻസിലും ഞാനിങ്ങനെ തുടർമാനമായി 60 സെഷനിൽ പ്രസംഗിച്ചത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ചരിത്രമാണ്. എൻ്റെ 2 കാലും നടക്കാൻ വയ്യ, നീരാണ്. ഞാനിപ്പം ചൂട് വെള്ളത്തിനകത്തോട്ട് 2 കാലും എടുത്തിങ്ങനെ വെച്ച്, പിന്നെ അതിന് മുമ്പ് കൊച്ചുങ്ങൾ 2 പേരും വന്ന് എൻ്റെ കാല് തിരുമ്പുക. അന്നേരം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. അപ്പൊ എനിക്ക് ഒരു ചവിട് പോലും നടക്കാൻ വയ്യാത്ത വിധത്തിൽ ഭയങ്കര വേദനയുണ്ട് കാലിന്. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു, കാരണം യുനോ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടായിരുന്നു കേൾക്കുന്നത്, ഞാൻ വേദനയോടെ പറയുന്നത്. പക്ഷേ നിങ്ങളിൽ ലഭിക്കുന്ന ആത്മീയ ജീവൻ കാണുമ്പോൾ, ടെസ്റ്റ് മണി കേൾക്കുമ്പോൾ അത് വലിയ സന്തോഷമാണ്, ദൈവസന്നിധിയിൽ വലിയ ആനന്ദമാണ്. നാം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു വരികയായിരുന്നല്ലോ. നാളത്തുകൊണ്ടോ ഒരു പക്ഷേ മറ്റന്നാളത്തെ മോർണിംഗ് സെക്ഷൻ കൊണ്ടോ ഈ പുസ്തകത്തിലെ ക്ലാസ് തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ധൃതി വെച്ച് പങ്കുവെച്ച് പോകുന്ന ഒരു സ്ഥിതിയല്ല. നമ്മൾ ഉള്ളത് വൃത്തിക്ക് കഴിക്കുക എന്നുള്ള തത്വമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അല്പമേ പഠിച്ചുള്ളെങ്കിലും അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ പതിയാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചാണ് ദൈവവചനം പങ്കുവയ്ക്കുന്നത്. ഞാനൊരു വലിയ ബൈബിൾ സ്കോളർ അല്ല, പക്ഷേ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണവും ഞാൻ പഠിച്ച പഠനത്തിൽ നിന്നും എൻ്റെ മിഷണറി ജീവിതാനുഭവത്തിൽ നിന്നും ഒക്കെയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് പ്രയോജനമുള്ളതെല്ലാം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കാര്യവും നിങ്ങളോട് പറയാറില്ല. കാരണം ഞാൻ എടുക്കുന്ന മെസ്സേജിൽ എൻ്റെ ജീവിതമായി അത് ഞാൻ താതാത്മ്യപ്പെടുന്നെങ്കിൽ മാത്രമേ ഞാൻ ആ പോർഷൻ എടുക്കാറുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ സഹായിച്ച തിരുവചനങ്ങളാകയാൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി അതിനെ പരിശ്രമിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്കും ആ മേഖലകളിൽ കർത്താവിന് വേണ്ടി നന്നായി പ്രയോജനപ്പെടാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളെ കർത്താവിൽ ഓർപ്പിക്കുകയാണ്. 2-ാം അധ്യായം 20-ാമത്തെ വാക്യം നാം എല്ലാ ദിവസവും കുറിവാക്യമായി വായിക്കാറുണ്ട്. നെഹമ്യാവ് പറഞ്ഞൊരു കാര്യമാണ്. അതിന് ഞാൻ അവരോട് ഫേസ് ചെയ്യാനായിട്ട് ഒറ്റയാളെ ഉള്ളൂ വിഷയങ്ങളെ എന്ന് ഓർക്കണം. നിങ്ങൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം ഈ ആത്മീയ ഗോളത്തിൽ വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആത്മീയ ഉത്തരവാദിത്വത്തെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ ശ്രദ്ധയില്ലായ്മയാണ് പല കാര്യങ്ങളുടെയും അപകടം എന്ന് നാം തിരിച്ചറിയാതെ പോകാം. നാം പലപ്പോഴും ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് എസ്പെഷ്യലി പ്രൊഫഷണൽ ആളുകളെ ശുശ്രൂഷയിൽ ഒരുക്കിയെടുക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തിലാണ്. കാരണം അല്ലാതെ ധാരാളം മെസ്സേജുകളും ധാരാളം പ്രസംഗങ്ങളും ധാരാളം പഠനങ്ങളും ഒക്കെ വ്യത്യസ്തമായ നിലയിൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്ന കാര്യം പ്രൊഫഷണൽ ആളുകൾക്ക് ശുശ്രൂഷ പരിശീലനം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആത്മീയ അശ്രദ്ധ പലപ്പോഴും പല അപകടങ്ങളും വിളിച്ചു വരുത്താറ്. നാം സിക്കായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുന്നത് വൈറ്റൽ സൈൻ ആണ്. എന്താണ്, രോഗിക്ക് വല്ല പ്രശ്നമുണ്ടോ? അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ള ശ്രമമാണ് ആദ്യം നമ്മൾ നടത്തുന്നത്. എന്തിനാണത് നടത്തുന്നത്? ഹാർട്ട് റേറ്റ് അറിയണം, സാച്ചുറേഷൻ അറിയണം. അങ്ങനെ 1 by 1 ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം കണ്ടുപിടിക്കും. അല്ലാതെ എനിക്ക് സുഖമുണ്ട് ഡോക്ടറെ, എനിക്ക് ഇച്ചിരി മരുന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ ആത്മീയ പരിശോധനയുമായി നമ്മൾ താതാത്മ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഹാർട്ട് റേറ്റ് അറിയണമെങ്കിൽ ആത്മീയ ജീവൻ അകത്തുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് അറിയാനൊക്കത്തുള്ളൂ. നമ്മുടെ സാച്ചുറേഷനൊക്കെ വ്യക്തമായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കണം. നമുക്ക് പ്രോട്ടീന്റെ അളവുകളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ 66 പുൽമേടുകളിൽ നമ്മൾ മേയണം. ഓക്കെ, ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനത്തിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ള കാര്യവും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, നമുക്ക് അത്യാവശ്യം ഈ രോഗിയെ രക്ഷിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോകും. അവർക്ക് കൊടുക്കേണ്ട എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ഉടനടി ആ രോഗത്തിൽ നിന്ന് അവരെ പ്രതിരോധിക്കേണ്ടതിന് വേണ്ടി നാം അതിൻ്റെ ചികിത്സാ രീതിയിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. നാം അന്നേരം എന്താണ് ചെയ്യുന്നത്? ഒരു പാസ്റ്ററിനെ വിളിക്കും, ദേവദാസൻ ഒന്ന് പ്രാർത്ഥിക്കണേ, ഒരു പോരാട്ടമുണ്ട്. നാം പരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ല. കാരണം നമ്മുടെ ശീലം അതാണ്. റൈറ്റ്, നമ്മുടെ ശീലം അതാണ്. ആ ശീലത്തിനനുസരിച്ച് നമ്മൾ പോകുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ രോഗം നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ദൈവവചനത്തിൽ റൂട്ടഡ് ആയി കഴിയുമ്പോൾ, ദൈവാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടു കഴിയുമ്പോൾ, ക്രിസ്തുവേശുവിലുള്ള വളർച്ചയുടെ ആരംഭം അവിടെയാണ് തുടങ്ങുന്നത്. തിരുവചനം പറയുന്നത് എന്താണ്? വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നോ? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കണം. ഒരു കുഞ്ഞിന് വിശപ്പില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. റൈറ്റ്, ഇതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അവെയറല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അതീവ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളെയും നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യമാണെന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കൊറോണ സമയം വന്നപ്പോൾ ഓരോരുത്തരും ധരിക്കേണ്ടതിനെ കുറിച്ചും വ്യക്തമായ ചികിത്സാ രീതികൾക്ക് മുൻപായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുമൊക്കെയും വ്യക്തമായ പഠനങ്ങൾ അതെ ഓരോ സെക്ടറിലും ഉള്ളവർക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ ധരിച്ചത് നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെയും വ്യക്തമായ പഠനത്തിലൂടെയാണ് ഓരോ സെക്ടറിലായിരിക്കുമ്പോൾ നാം ചെയ്തു വരാറുള്ളത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിലും നാം ഇൻഫെക്റ്റഡ് ആകാതെ ഇരിക്കേണ്ടതിന് നമ്മളെ കവർ ചെയ്യുവാൻ ദൈവവചനവും ആത്മീയ ജീവിതത്തിൽ ധരിക്കേണ്ട ആയുധങ്ങളും നമ്മൾ ധരിച്ചിരിക്കണം. ഇത് നമ്മളൊന്നും ചെയ്യത്തില്ല. നമുക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിക്കുന്നത് ഏതുണ്ട്? ശാസിച്ചാൽ പൽസിച്ചാൽ മാറാൻ അധികാരമുള്ള ആള്. വി ആർ കോളിംഗ്. നമുക്കതാ ഇഷ്ടം. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടോ എന്തുവാ പ്രശ്നമെന്ന്? നമ്മുടെ ബ്ലഡ് എടുക്കുന്നു, പരിശോധനകൾക്ക് വിധേയമാകുന്നു,
മെഡിക്കൽ ടെർമിനോളജിക്കകത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്തേ പറ്റത്തു. അത് കഴിയുമ്പോഴാണ് അതിവിദഗ്ധമായ രീതിയിൽ കാര്യങ്ങൾ പൂർണ്ണമായി നാം തിരിച്ചറിയും. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഫെക്ഷൻ അപ്പുറത്ത് കിടപ്പുണ്ട്, പക്ഷേ അതിനെ പ്രിവെന്റ് ചെയ്യുവാനുള്ള സംവിധാനമുണ്ട്. ഇത് നാം മനസ്സിലാക്കാതെ പോകുന്ന പശ്ചാത്തലങ്ങളും. ഒറ്റയ്ക്കാണ് നെഹമ്യാവ് വിഷയങ്ങളെ ഫേസ് ചെയ്യുന്നത്. താൻ കവർ ചെയ്യാനുള്ളതെല്ലാം പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ചു കഴിഞ്ഞു. ഒഫീഷ്യൽസിനെ അതിജീവിക്കാനുള്ള അതോറിറ്റീസും ലെറ്റേഴ്സും താൻ മേടിച്ചു കഴിഞ്ഞു. ഭരണാധികാരികളുടെ മുമ്പിൽ ധൈര്യത്തോടെ തന്നെ നിർത്താൻ ഇടയാക്കിയ അസാധാരണമായ ധൈര്യം ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൈവകൃപയായിരുന്നു. അതുകൊണ്ട് സൗരങ്ങളെ, മുന്നറിയിപ്പുകൾ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. ഞാൻ താഴ്മയോടെ കർത്താവിൽ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. 9-ാമത്തെ അധ്യായത്തിലേക്ക് ഇനി നാം വേഗം വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ 13-ാമത്തെ അധ്യായം 2-ാം വാക്യം. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായിട്ട് ഒരു രാജാവ്, ബാലാക്ക് എന്ന രാജാവ്, പ്രവാചകനായിരിക്കുന്ന അതേ ബിലിയാമിനെ വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ അരികിൽ ഓഫീസേഴ്സ് വന്നപ്പോൾ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവ മക്കൾക്ക് ശാപം ഫലിക്കുമോ? അതിന്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തായിരുന്നു. അതിന്റെ 2-ാം ഭാഗത്തിലേക്കാണ് നാം വരുന്നത്. ദൈവമക്കൾക്ക് ശാപം ഫലിക്കുമോ? ഉത്തരം, ദൈവമക്കൾക്ക് ഫലിക്കത്തില്ല. ഡയറക്റ്റ് ആൻസറാ പറയുന്നത്, ദൈവമക്കൾക്ക് ഫലിക്കുകയില്ല. പക്ഷേ കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? നിങ്ങൾക്കറിയാമല്ലോ. ഈ 91-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എടുത്തവർക്ക് വായിക്കാം. സാംസ് 91:10. എന്താ എഴുതിയിരിക്കുന്നത്? ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. വളരെ നല്ല വാക്യമാണ്. 90-ാം സങ്കീർത്തനത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേദശാസ്ത്രികൾ ചിന്തിക്കുന്നു അത്. പ്രൈസ് ഗോഡ്. ആ വാക്യം മാത്രം എടുത്തോണ്ട് പോയ ബാധ അടുക്കുവോ? അനർത്ഥത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. വാക്യം നല്ലതാ. കണ്ണുടച്ചിട്ട് ഞായറാഴ്ച ആണ്ടർ യോഗത്തിന് കുറെ വാക്യങ്ങൾ എഴുതിയിടും. നല്ല കാര്യമാ. ഇറ്റ്സ് നോട്ട് ഞാനത് ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ 91-ാം സങ്കീർത്തനം 10-ാം വാക്യം കൊടുക്കുന്ന അൺചേഞ്ചബിൾ പ്രോമിസ്, ഇത് ആർക്കു വേണ്ടിയാ പറയുന്നതാണ് അതിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ 1-ാം വാക്യം നോക്കത്തില്ല, നമുക്ക് 10-ാം വാക്യാ വേണ്ടി. അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു മറവിനെ കുറിച്ചും ഒരു നിഴലിനെ കുറിച്ചും പറയുന്നു. ആമേൻ. ഒരു മറവ് ആരുടെ? അത്യുന്നതന്റെ മറവിൽ. പിന്നെന്താ? സർവശക്തന്റെ നിഴലിൻ കീഴിൽ. അതിന്റെ കീഴിൽ താമസിക്കുന്നവരുടെ കാര്യമാണ് ഇങ്ങോട്ട് താഴോട്ട് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ട്രെയിൻ ഓടാൻ ഒരു പാളമുണ്ട്. അത് തെറ്റിയാൽ മറിഞ്ഞു വീഴും. കപ്പലിന് സഞ്ചരിക്കാനായിട്ട് ഒരു കപ്പൽ ചാലുണ്ട്. സമുദ്രശാസ്ത്രത്തിന്റെ പിതാവെന്ന് പറയുന്നത് മാത്യു ഫൗണ്ടർ മോറി എന്നാണ്. അദ്ദേഹത്തിന്റെ 18-ാം നൂറ്റാണ്ടിലാണ് കപ്പൽ ചാലുകൾ കണ്ടുപിടിച്ചത്. തന്റെ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ദ സീ എന്നെഴുതിയിരിക്കുന്ന
ആ ബുക്കിൽ അതുണ്ട്. അദ്ദേഹം ഒരു ദൈവമനുഷ്യൻ. സങ്കീർത്തനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ സമുദ്ര മാർഗങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്, കപ്പൽ ചാലുകൾ. നമ്മുടെ ഒരു പ്രയർ പാർട്ട്ണറായി പൈതലിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിച്ചായിരുന്നു. 2 ചരക്ക് കപ്പൽ അവരാ ചാല് മാറി ഓടിച്ചതുകൊണ്ട് കൂട്ടിയിടിച്ചു, ഒരെണ്ണം നടുവേ പിളർന്നു പോയി. സ്തോത്രം. 1996 നവംബർ മാസം 12-ാം തീയതി ഡൽഹിയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റ്, അതുപോലെ കസാക്കിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന ഒരു ഫ്ലൈറ്റ്, ഏതാണ്ട് ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നതിന് ഒരു 100 കിലോമീറ്റർ മാത്രം അകലത്തിൽ വെച്ച് ആകാശമാർഗത്തിൽ സിഗ്നൽ അവരെ അക്സെപ്റ്റ് ചെയ്യാഞ്ഞതിനാൽ, മുന്നറിയിപ്പ് അവഗണിച്ചത് കൊണ്ട് ആകാശത്ത് വെച്ച് ആ ഫ്ലൈറ്റ് രണ്ടും കൂട്ടിയിടിച്ച് അതിലുള്ള സകല മനുഷ്യരും കത്തിച്ചാമ്പലായി. എന്തുകൊണ്ടാണ്? ദിശ മാറിപ്പോകേണ്ടടുത്ത് മാറിയില്ല, റൂട്ട് മാറേണ്ടടുത്ത് മാറിയില്ല, പാളത്തിൽ പോകേണ്ടടുത്ത് പോകുന്നില്ല. ഇവിടെ ശാസിച്ച പാളത്തെ തിരിച്ചു വരുമോ? നിങ്ങൾ പറ. ഫൽസിച്ചാൽ ഇത് തിരിച്ചു വരുമോ? പറ. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നതിനാൽ എന്റെ കാലുകൾ ഇടറിയില്ല എന്ന വചനം പറയും. ഇന്ന് സഭകളിലൂടെ ഏറ്റവും വലിയ തകർച്ച എന്താണ്? ദൈവവചനം പഠിപ്പിക്കുന്നില്ല. പാസ്റ്റേഴ്സിന് അതിന് വലിയ താല്പര്യവും ഇല്ല. കാരണം അവർക്ക് വിശ്വാസികൾ സാക്ഷ്യം വലിച്ചു നീട്ടിയ കുറച്ച് പ്രസംഗിച്ചാൽ മതി. പാട്ടുകാരുണ്ട്, പാടിക്കോളും. ഗസ്റ്റുകളുണ്ട്, പ്രസംഗിച്ചോളും. അപ്പൊ അവർക്ക് ടൈത്തും പണ്ടത്തെ കാലത്താണെ നെടിയേരിയും പൊടിയേരിയും പിടിയേരിയും സ്വത്രകാഴ്ചയും ദശാംശയും ഒക്കെ മേടിച്ച് അവർ പോയാൽ മതിയായിരുന്നു. എൻ്റെ ഈ ക്ലാസ് കേട്ട അവരെന്നെ കല്ലെറിയും, അത് വേറെ കാര്യം. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യ പറയുന്നു. അതുകൊണ്ട് സഭയിൽ ബയോളജിക്കൽ ഗ്രോത്ത് അല്ല ഉള്ളു, അത് 1-2 ആകുമ്പത്തേനെ തീർന്നു പരിപാടി. പുതിയ ആത്മാക്കൾ ചർച്ചിൽ വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? നടത്തിപ്പുകാരന് ആത്മഭാരമില്ല. ഏതെങ്കിലും അച്ചായന്മാര് കാണും, അച്ചായന്മാർ എന്തോ കാണിച്ചാലും മിണ്ടുകയില്ല. കാരണം പിറ്റേ ഞായറാഴ്ച ടൈത്ത് കുറയും, ഓഫറിങ് കുറയും. അവിടെ നിലനിൽപ്പിന് വേണ്ടി പിള്ളേരെയൊക്കെ പഠിപ്പിക്കണ്ടേ. അതുകൊണ്ട് അങ്ങനെ അവരും പേടിച്ചു കഴിയും. എത്ര ഭയാനകവും ഭയങ്കരവുമായ ആത്മീയ അധപ്പതനത്തിലേക്കാണ് നമ്മുടെ ജനസമൂഹം പോകുന്നത്. ഇത് നമ്മൾ ശരിയായ ഭയങ്കര വേദനയോടെ കാണാൻ കഴിയുള്ളൂ. ഈരെടുത്താൽ തള്ളപ്പേൻ കൂലി മേടിക്കുന്ന കാലമാണ്. ഈ 60 ക്ലാസ്സിന് നിങ്ങൾ എത്ര പേ ചെയ്തു? ദൈവത്തിന്റെ വചനത്തെ പഠിപ്പിക്കുവാൻ ഒരു സമർപ്പണവും ത്യാഗവും വേണം. ആത്മീയ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഭൗതിക അനുഗ്രഹങ്ങളും അത് നിയോഗം പോലെ അത് ചെയ്യുന്നു. അത് ചെയ്യട്ടെ, ദൈവത്തിന്റെ ഹിതം പോലെ നടക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ചല്ല ബോധനം. ഞാൻ പറയാമെന്നിതാണ്, നമുക്ക് എന്ത് ലഭിച്ചാലും അത് വാണിഭമാക്കാനല്ല, കച്ചവടമാക്കാനല്ല, അത് ഇൻഡസ്ട്രി ആക്കാനല്ല. ഒരാളെ ഒരുക്കിയെടുക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ കർത്താവിന്റെ പാതയിൽ, കർത്താവിന്റെ ശിഷ്യത്വത്തിൽ, കർത്താവിന്റെ നുകമേറ്റ് അവനോട് പഠിക്കുമ്പോൾ അത് നിങ്ങളിൽ തന്നെ ഒതുങ്ങി ജ്ഞാനം സമ്പാദിച്ചിരിപ്പാനല്ല. അപ്പൊ നിങ്ങളിൽ നിന്ന് അത് ഒഴുകാൻ തയ്യാറാകണം. ഞാൻ തിരിച്ചു വരട്ടെ. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിലും കീഴിലും ആയിരിക്കുക എന്നുള്ളവർക്കാണ് 10-ാമത്തെ വാക്യം കിടക്കുന്നത്. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. അഗസ്റ്റീൻ ഗോമസ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ആക്സിഡന്റിൽ മരിക്കുന്നത് ശാപമാണ്, ഒരിക്കലും ഭക്തന്മാർ മരിക്കില്ല. അന്ന് പ്രസംഗിച്ച് അദ്ദേഹം പോയി തമിഴ്നാട്ടിൽ പോകുന്ന വഴിക്ക് ഉറങ്ങിപ്പോയി. വണ്ടി ഒരു മരത്തേൽ ഇടിച്ച് പുള്ളി സ്പോട്ടിൽ മരിച്ചുപോയി. സൗരങ്ങളെ നമുക്കൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല. എപ്പോഴും ഉള്ളിൽ പറഞ്ഞോണം, ആകുന്ന കൃപയാലാകും. ഞാൻ പറയാറുണ്ട്, വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങണം. നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് കഴിക്കണം. ചാവി എടുത്ത് വണ്ടി കയറി ബെൽറ്റ് ഇടുന്നതിന് മുമ്പ് യു മസ്റ്റ് പ്രേ. പ്രേയർഫുള്ളി ഡ്രൈവ്.
Praise God. പ്രാർത്ഥനയോടുകൂടി വേണം നിങ്ങൾ എന്തും ചെയ്യാൻ. നിങ്ങൾ എവിടെയായിരുന്നാലും. Praise God. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഏത് ടീം വർക്കിൽ നിങ്ങൾ ആയിരുന്നാലും നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെ വേണം ഏത് കാര്യം ചെയ്യാനെന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ഏത് ടീം പ്രവർത്തനത്തിലും ആകട്ടെ, നിങ്ങളുടെ ഏത് സെക്ടറിലും ആയിക്കൊള്ളട്ടെ, ബട്ട് യു ഹാവ് ടു, നിങ്ങൾ എപ്പോഴും ആ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഡു യുവർ വർക്ക് വെരി പ്രയർഫുള്ളി. പ്രാർത്ഥനയോടെ നിങ്ങളത് ചെയ്യുമ്പോൾ നാം അലർട്ടായിരിക്കണം. സ്തോത്രം. നിങ്ങൾ ചെന്ന് പഞ്ച് ചെയ്യുമ്പോഴേ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇന്ന് എൻ്റെ ജോലിയിൽ ദൈവഹിതമില്ലാത്ത ഒന്നും എൻ്റെ മുന്നിൽ വരാൻ ഇടയാകില്ല. എൻ്റെ ജോലിയിൽ ഒരു എററും ഒരു നെഗറ്റീവ് റിപ്പോർട്ടും വരാനിടയാകരുത്. എൻ്റെ പേഷ്യൻറ്റുകളെ കർത്താവേ കാമായി അവരെന്നോട് ഡീൽ ചെയ്യാൻ സഹായിക്കണമേ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ പ്രൊഫഷണൽ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങൾ അലർട്ടായിരിക്കണം. പ്രാർത്ഥനയോടുകൂടി തന്നെ അതിനെ നിങ്ങൾ ഓരോ ദിവസത്തെ വിജയത്തിന്, ഇന്നലത്തെ നിങ്ങളുടെ 40 വർഷമോ 20 15 വർഷത്തെ പരിശീലനം അത് നോക്കിയിട്ട് കാര്യം. ഓരോ ദിവസവും ദൈവത്തിന്റെ കരുതൽ ആവശ്യമാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ ലീഡിങ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ അഡ്വൈസ് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ഡെയിലി ബ്രെഡിൽ നിന്ന് കിട്ടുന്നതാണ് അന്നുള്ള നിങ്ങളുടെ ജീവിതം. ഞാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് തരികയാണ്. വരും ദിവസം ഞാൻ നിങ്ങളോട് ചോദിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, രാവിലെ എഴുന്നേറ്റാൽ നിങ്ങളുടെ ബെഡിൽ നിന്ന് കർത്താവുമായിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് റീകണക്ട്. കർത്താവ്, ഇന്നത്തെ ദിവസം ഞാൻ അങ്ങയിൽ ആരംഭിക്കട്ടെ. ഞാൻ രാത്രി എൻ്റെ കിടക്കയിൽ വന്ന് വിശ്രമിക്കും വരെയും അങ്ങയുടെ ഗൈഡൻസ് എനിക്ക് ആവശ്യമാണ്. അങ്ങയുടെ പരിപാലനം എനിക്ക് ആവശ്യമാണ്. അങ്ങയുടെ നടത്തിപ്പ് എനിക്ക് ആവശ്യമാണ്. നല്ല പിതാവായി ഇന്ന് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. നല്ല ഹസ്ബൻഡായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. നല്ല ടീമിൽ ലീഡർഷിപ്പിലാണെങ്കിൽ അതിനെന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കണം. സഹോദരിമാർ, വിവാഹിതരായവർ, കുടുംബസ്ഥരായി ജീവിക്കുന്നവർ പ്രാർത്ഥിക്കണം. കർത്താവ്, ഇന്നത്തെ ജീവിതം അങ്ങയിൽ ഞാൻ ആരംഭിക്കുന്നു. നല്ല ഉത്തമ മമ്മായായി വീട്ടിലിരിപ്പാൻ സഹായിക്കണമേ. ഉത്തമ ഭാര്യയായിരിക്കാൻ സഹായിക്കണമേ. എൻ്റെ വർക്ക് സെക്ടറിൽ ഞാൻ പോകുമ്പോൾ കർത്താവെ, അങ്ങയുടെ ആ വലിയ പ്രസൻസ് എനിക്ക് തരണമേ. ദൈവഹിതമില്ലാത്ത ഒന്നും കാണാനോ കേൾക്കാനോ അതിൽ ഇടപെടാനോ ഇടവരരുത്. ഏതെങ്കിലും കണികളോ കുരുക്കോ എന്തെങ്കിലും അതേ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ കർത്താവെ, അത് എൻ്റെ മുന്നിൽ വരാതെ കർത്താവ് ദൈവഹിതമില്ലാത്തതെല്ലാം ഒഴിവാക്കി വിടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണം രാവിലെ എഴുന്നേക്കാൻ. പിന്നെ നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ ദൈവത്തിന്റെ വചനം എടുക്കണം. നിർബന്ധമാണ്. ഡോക്ടേഴ്സ് ആദ്യം അവരുടെ മെഡിക്കൽ ബുക്കാണ് എടുക്കുന്നത്. പട്ടാളക്കാർ അവരുടെ ഷൂ എടുക്കുന്നത്, പോളിഷ് ചെയ്യുന്നത്. ഞാൻ ഡിഫൻസിൽ പാസ്റ്ററായിട്ടിരുന്ന സമയത്ത്, സ്തോത്രം, ക്യാമ്പസിൽ എന്നെ മേജർ മനോരഞ്ജൻ കൊണ്ട് വായിന്ന് പര്യടനം നമുക്ക് കാണാൻ പാകും. ഞാൻ നോക്കിയപ്പോൾ ഗ്രൗണ്ടിൽ ഒരാള് വട്ടം തലകുത്തി മറിയുക. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ക്യോ ഐസ വെലു കർത്താ? അവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇത്തന പെയിൻഫുൾ പണിഷ്മെന്റ് ക്യോം ദേത്താ ഹൈ? എത്ര പ്രാവശ്യം തലകുത്തി മറിയുന്ന ഗ്രൗണ്ടില്. ഞാൻ എണ്ണി ഒരു 10-30 പ്രാവശ്യം എണ്ണിയപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ അവൻ ഒരു പ്രാവശ്യം മൊത്തം റൗണ്ടിൽ ചുറ്റി വരണം. ഞാൻ ചോദിച്ചു, സബ് കിസ് ലിയേ ദണ്ഡവത് ദേ രഹാ ഹൈ? ക്യോം ഇത്തന ഡീപ് പണിഷ്മെന്റ് ദേ ദിയ? वो तो ക്യാപ്റ്റൻ ദേ ദിയ. എന്റെ കീഴിലുള്ള ക്യാപ്റ്റൻ അത് കൊടുത്തേ. ഞാൻ ചോദിച്ചു, എന്താണ് അവന്റെ കുറ്റം? അവന്റെ ഷൂ ഇന്ന് പോളിഷ് ചെയ്ത് നീറ്റ് അല്ലായിരുന്നു. ഓ മൈ ഗോഡ്, അവന്റെ ഷൂ പോളിഷ് ചെയ്ത് തിളങ്ങിയില്ലെന്ന്. തിളങ്ങാഞ്ഞത് കൊണ്ട് അവനെ 200-300 പ്രാവശ്യം തലകുത്തി മറിയിക്കുക. എന്റെ ചോദ്യം, നേരം വെളുത്താൽ അവൻ എന്തോ എടുക്കും? ലാക്കർ പോളിഷിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് അടിക്കും പിന്നല്ലേ.
പരിശീലനമാണ് പെർഫെക്റ്റ് ആക്കുന്നത്. നമ്മൾ ഇതിനൊന്നും വാല്യൂസ് കൊടുക്കും. നമ്മൾ ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, 2 മുറി അന്യഭാഷ പറയുന്നു, ആമീൻ ഗ്ലോറി അടിക്കുന്നു, നമ്മൾ ശാസിക്കുന്നു, ബത്സിക്കുന്നു, പിന്നെ വെടിയും വെച്ച് സ്ഥലം വിടുക അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ അശ്രദ്ധ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ടാണ് പല പ്രോബ്ലങ്ങളെയും കാരണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇമിഗ്രേഷൻ കഴിഞ്ഞേച്ച് നമ്മളെല്ലാവരും എയർക്രാഫ്റ്റിൽ കയറാനായിട്ട് അവിടെ ഇരിക്കും. ഈവൻ ഓടിക്കുന്ന പൈലറ്റ് വന്നാൽ പോലും അവരുടെ ID കാണിക്കണം, അല്ലെ അവർ വിടത്തില്ല. ആ തൊപ്പിയും അവരുടെ സിമ്പിളും എല്ലാം കണ്ടാൽ അറിയാം ഓൾറെഡി അവർ പൈലറ്റ്. ആ പോകുന്ന എയർലൈൻ്റെ പൈലറ്റാ അവര്. നോ വേ, അവരാ റൂള് പാലിച്ചിരിക്കണം. നമുക്ക് ആത്മീയ സ്വാതന്ത്ര്യം കൂടുമ്പോൾ എന്ത് ചെയ്യും? ദൈവഭയമൊക്കെ പതുക്കെ കുറയും. കാരണം കർത്താവ് ഒത്തിരി അടുത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിയമങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യും. എൻ്റെ സഹോദരൻ ഒരിക്കൽ ഞങ്ങള് സൗദിയിലായിരുന്ന സമയത്ത് ഒരു സംഭവം പറഞ്ഞു. തൻ്റെ പ്രിൻസിനെ ഒരാളിന് പരിചയപ്പെടുത്തിയപ്പോൾ ബീച്ചിൽ വെച്ചാണ് ഇതെന്റെ പ്രിൻസ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തോളെ കൈയിട്ടു. പക്ഷെ പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തിട്ടില്ല. സ്നേഹം കൂടിയപ്പോൾ നിയമം മറന്നുപോയി. പ്രിൻസിന്റെ തോളിൽ കൈവയ്ക്കാൻ പാടില്ല. നാം പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ നാം ദൈവത്തോട് കൂടുതൽ അടുത്ത് നമ്മൾ കുറെ നാളുമൊക്കെ ആരാധിച്ചും പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും പ്രസംഗം കേട്ടും സാക്ഷി പറഞ്ഞും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് ശീലമായി കഴിയുമ്പോൾ ദൈവത്തോടുള്ള ബഹുമാനവും ദൈവത്തോടുള്ള ഭയവും ഭക്തിയൊക്കെ എന്ത് ചെയ്യും? കുറയാൻ തുടങ്ങും. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രമാണം പഠിക്കാത്തതുകൊണ്ടാണ്. നീ ഭയപ്പെടുവാൻ യോഗ്യൻ. അന്ന് ദാവീദ് ഭയപ്പെട്ടു പോയി നമ്മൾ വായിക്കുന്നില്ലേ? പ്രമാണം തെറ്റി പെട്ടകത്തെ കയറി പിടിച്ച ഉസായ മരിച്ചപ്പോൾ പിന്നത്തേതിൽ ദാവീദ് എഴുതി, നിങ്ങളുള്ള ഭയനിമിത്തം എന്റെ ശരീരം രോമാഞ്ചം കൊള്ളുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചില്ലേ? അതെ, അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ കടാക്ഷിക്കുന്നു. We must respect the word of God. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ വചനം ധ്യാനിച്ചിട്ട് എത്ര ബിസിയാണെങ്കിലും, ഡിയിൽ മോഡി പറഞ്ഞത് എത്ര ക്ഷീണിതനാണെങ്കിലും ഞാൻ ദൈവവചനം ധ്യാനിക്കാതെ ഞാൻ എൻ്റെ കിടക്കയിലേക്ക് പോയിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് അന്ന് രാവിലെ നിങ്ങൾക്ക് കിട്ടുന്ന വചനം, നിങ്ങൾക്ക് ചിലപ്പോൾ 10 വാക്യമേ ബിസി സ്കെഡ്യൂൾ ഉള്ളവരുണ്ട്, എനിക്കറിയാം. പക്ഷേ നിങ്ങളത് വായിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു വേദഭാവമുണ്ട്. ധൃതി വെച്ചൊന്നും ഇങ്ങനെ കെട്ടിയെടുത്ത് ആ ദൈവം എന്നോടൊന്ന് സംസാരിക്കണേ, അതൊക്കെ ഹിന്ദുയിസത്തിന്റെ ഒരു ഭാഗമാ. എടുത്തേച്ച് 7 കണ്ണിയൊക്കെ മാറ്റിയിട്ട് വായിക്കുന്ന ഒരു ശീലം അവർക്കുണ്ട്. നിങ്ങൾക്കൊരു മൂഡ് വരാൻ വേണ്ടി ഞാൻ വേണേ അതിലെ ഒരു ഫലിത ചിന്ത പറയാം. പണ്ടൊരാൾ എടുത്തപ്പോ ഇങ്ങനെ, നീ പോയി യൂദാ കെട്ടിഞ്ഞാന്ന് ശത്രു എന്നുള്ള ഭാഗം കിട്ടിയെന്ന് വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഇത് സാത്താന്റെ തന്ത്രമായിപ്പോയെന്ന് വിചാരിച്ച് അടുത്ത ഭാഗം ഒന്നെടുത്തപ്പോൾ നീയും അങ്ങനെ പോയി ചെയ്യുക എന്നുള്ള ഭാഗം കണ്ടു. ഒന്നുകൂടെ ശാസിച്ച് പൽസിച്ചെടുത്തപ്പോൾ പറഞ്ഞ് ഇനിയും താമസിക്കുന്നത് എന്ത്? അപ്പൊ ഈ അങ്ങനെ കെട്ടിയെടുക്കാനുള്ള പ്രവണത നല്ലതല്ല. സെർട്ടൻ ടൈമിൽ നമ്മൾ കർത്താവിന്റെ വചനത്തിൽ കാണുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കൊടുത്തപ്പോൾ കിട്ടിയ ഭാഗമാകും ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. ചില വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടും, പക്ഷെ ചിലതിനകത്ത് ദൈവം നടത്തിപ്പുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ചില വാക്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു പോകും. അതുമായിട്ട് യാതൊരു പൊരുത്തമില്ലാത്തതായിരിക്കും, അങ്കലാപ്പിലായി പോകും. അതുകൊണ്ട് ക്രമീകൃതമായൊരു ദൈവവചന ധ്യാനം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ ഡെയിലി ബ്രെഡിൽ നിങ്ങൾക്കുള്ളത് കിട്ടും. ആ വചനത്തില് നിങ്ങളെ സ്പർശിച്ച വാക്യത്തിന്റെ തൊട്ടു താഴെ വരയിടുകയും അത് കൂടുതൽ ധ്യാനിക്കുകയും, അതാണ് അന്നത്തെ നിങ്ങളുടെ ജയജീവിതത്തിന് ദൈവം തന്നിരിക്കുന്ന സന്ദേശം. അത് നിങ്ങൾ പരിശോധിക്കണം. കർത്താവേ, ഇതിനകത്ത് എന്നിൽ നേരത്തെ ഞാൻ നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മുടെ വൈറ്റൽ സൈനാണ്.
ഒന്ന് പരിശോധിക്കണം. ഇതിനകത്ത് കുഴപ്പം വല്ലതും ഉണ്ടോ? ഹാർട്ട് റേറ്റിന് വ്യത്യാസം വല്ലതും ഉണ്ടോ? സാച്ചുറേഷൻ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഒന്ന് പരിശോധിക്കണം. ഉച്ചയായപ്പോൾ എനിക്ക് ഭയങ്കര ടയർഡായി. എനിക്ക് മനസ്സിലായി എൻ്റെ BP വളരെ ലോ ആയിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഇച്ചിരി ഉപ്പും പഞ്ചസാരയിട്ട് കൊണ്ടുത്താ. അത് കുടിച്ചു കഴിഞ്ഞപ്പം ക്ഷീണം മാറി ഞാൻ ഇപ്പൊ വന്നിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു എന്ന് ബോഡി പറഞ്ഞു. ഷുഗറിന്റെ കണ്ടന്റ് കുറഞ്ഞു എന്ന് ബോഡി നമ്മളോട് പറഞ്ഞു. നമ്മുടെ ശരീരത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മളെ ചുമന്നുകൊണ്ട് കിടക്കുന്ന വണ്ടിയായി ഇത്, മനസ്സിലായോ? സോ യു മസ്റ്റ് റെസ്പെക്ട് യുവർ ബോഡി. മനസ്സിലാവും. ഇത് ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമ്മള് എത്ര ദർശനം ഉണ്ടെങ്കിലും എത്ര വിഷൻ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് വരുന്നിടത്ത് ശരീരം വന്നില്ലെങ്കിൽ വർക്കൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് സമയത്തമ്മച്ച് മരുന്നൊക്കെ കഴിച്ചോണം കേട്ടോ. പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ ചിന്തിച്ചു വന്നത് ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. നമ്മൾ ചിന്തിച്ചു വന്നത് നഹമ്യാവ് എസ്രാ ശാസ്ത്രി മുഖാന്തരം ജനങ്ങളോട് അറിയിച്ച തിരുവചന ഭാഗം വായിച്ചു വരവേ 13-ാമത്തെ അധ്യായത്തിലേക്ക് അതെ നമ്മൾ വന്നപ്പോൾ അതിന്റെ 2-ാം വാക്യം എന്താണ്? 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. അന്നു ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മേവാഢ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റു വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, വരയിടാൻ പറഞ്ഞു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. എങ്കിലും നമ്മുടെ ദൈവം ആമേൻ എന്ത് ചെയ്തു? ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഉപ്പാപ്പൻ എന്നോട് പറഞ്ഞു, എടാ നീ തെരുവ് തണ്ടിയായിട്ട് തിരിച്ചു വരും. ഞാൻ പറഞ്ഞു നന്ദിയോടെ സ്തോത്രം. എൻ്റെ അപ്പം പറഞ്ഞടാ നീ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇവിടെ വരെ ഇനി പോകത്തേ ഉള്ളൂ. സ്തോത്രം. അത് അപ്പന്റെ അനുഗ്രഹം. സ്തോത്രം. ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ എന്നെ ശപിച്ചിട്ടുണ്ട്. പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഷാജിയുടെ ഈ തീഷ്ണതയെല്ലാം അങ്ങ് കുറച്ചാൾ കഴിയുമ്പോൾ പോകും. അന്നും ഏറിയ മണിക്കൂർ മുഴങ്കാലിലിരുന്ന് കരയും. അന്ന് പഠിക്കുന്നിടത്ത് 2-ാമത്തെ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയെടുത്ത് 2 ഷാജിമാരാ ഉള്ളത്. ഒന്ന് കരയുന്ന ഷാജി, ഒന്ന് ചിരിക്കുന്ന ഷാജി. അപ്പൊ ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഷാജിയാണ്. അപ്പൊ എന്നെ അവരറിയുന്നത് കരയുന്ന ഷാജി എന്നാണ്. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാനുള്ള വേർഡ് കേൾക്കുമ്പോൾ ഓർത്തോണം, നിങ്ങളിൽ റിസൾട്ട് ഉള്ളവരാ. നിങ്ങൾ ഫലമുള്ളവരാണ്. ചുമ്മാ നിൽക്കുന്ന മാവേലൊന്നും ആരും എറിയത്തില്ല. അതിനകത്ത് മാങ്ങ നിറച്ചുണ്ടെങ്കിൽ ഏറ് വരും. നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകാൻ, കോളിംഗ് ഉള്ളവരാകാൻ, വിഷൻ ഉള്ളവരാകാൻ നിങ്ങളൊരു ചോസൻ വെസലാണോ? പ്രതീക്ഷിച്ചോണം. പക്ഷെ കർത്താവിന്റെ പറയുന്ന ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുന്നു. ആമേൻ. സ്തോത്രം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ ലീഡർ ജയാളിയാണെങ്കിൽ പീരുക്കളാകേണ്ട ആവശ്യമുണ്ടോ? കോട്ടയത്തൊരു കൊച്ചായനുണ്ടായിരുന്നു. വസ്തുതർക്കം ഉണ്ടായപ്പോൾ 2 ടീമായി അട്ടി ഭയങ്കരമായിട്ട് നടക്കാൻ പോകും. അപ്പൊ എതിർകക്ഷികളുടെ കയ്യിൽ ആയുധങ്ങളെല്ലാം കയ്യിലുണ്ട്. അപ്പൊ കൊച്ചായന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, കൊച്ചായൻ ഒരു 6 അടി ഉയരം ഒത്ത ശരീരമുള്ള മനുഷ്യനാണ്. കൊച്ചായന്റെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, കൊച്ചായനോട് ചോദിച്ചു, കൊച്ചായ മറ്റവരുടെ കയ്യിൽ ഭയങ്കരമായ വടിയും ഒക്കെ ആയിട്ട് അവർ വരുന്നത്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. കൊച്ചായൻ പറഞ്ഞു, അതിനെന്തിനാ മേടിക്കുന്നത്? എനിക്ക് വടിയൊന്നും വേണ്ട, ഞാൻ അവരിൽ ആളിനെ എടുത്തേച്ച് ആളിനെ അടിച്ചോളാം. മനസ്സിലായി? അത്ര ഭയങ്കര ആരോഗ്യവാനാണ് അദ്ദേഹം. ആളിനെ എടുത്ത് ആളിനെ അടിച്ചോളാം. സൗരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ മോവാബ്യ ജനത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചത് എന്താണ്? മരുഭൂമിയിലായിരിക്കുന്ന ഈ ജനം വരികയാണ്, നീ അവർക്ക് വെള്ളം കൊടുക്കണം, ബ്രെഡ് കൊടുക്കണം. നിങ്ങൾ മരുഭൂമിയിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്താ കാണുന്നത്? 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കൂടാരങ്ങൾ അല്ലേ? അതിന്റെ നടുവിൽ വേറൊരു കൂടാരമുണ്ട്. ആ കൂടാരത്തിന്റെ പേര് പറയാമോ? സമാഗമന കൂടാരം. അത് ആർക്കുള്ള കൂടാരമാണ്? ദൈവം അവരുടെ നടുവിൽ വസിക്കാനുള്ള കൂടാരമാണ്.
എത്ര പ്രഷ്യസ് അല്ലേ. നിങ്ങൾ പാർക്കുന്നിടത്ത് നിങ്ങൾ അറിയുന്നില്ലെങ്കിലും നിങ്ങളുടെ നടുവിൽ കർത്താവ് വസിക്കുന്നു. അതുകൊണ്ട് ആ തിരുവചനം പറയുന്നത്, വേറെ ടു ആർ ഗ്യാദറിംഗ് ഇൻ മൈ നെയിം, എവിടെയാ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നത്, ഞാൻ അവരുടെ നടുവിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആരും കാണത്തില്ലായിരിക്കും ഫെലോഷിപ്പിന്. ദാനിയേലിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആളില്ലായിരുന്നല്ലോ, ദർശനങ്ങൾ പ്രാപിച്ചില്ലേ? കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിഷൻ ഉണ്ടായില്ല. യോഹന്നാൻ പത്മോസിൽ ഒറ്റയ്ക്കായില്ല. അവിടെ വെച്ചല്ലേ അന്ത്യകാല ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ പ്രാവചനിക പുസ്തകമായ ഏക പുസ്തകമായ അപ്പോക്കാലിപ്സ്, വെളിപ്പാട് പുസ്തകം എഴുതിയത്. 7000 പേരെ ദൈവം ഒളിപ്പിച്ചിരിക്കുമ്പോൾ ഒറ്റയാള് മാത്രം യുദ്ധത്തിന് മതിയെന്ന് ആഗ്രഹിച്ചല്ലേ ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്നത്. സോ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് വെൻ യു ആർ അലോൺ. ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, കൂടാരുമില്ലല്ലോ എന്നല്ല പറയേണ്ടത്. യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അറിയേണ്ടതിന് walk with Jesus, talk with Jesus. Oh, wonderful Jesus. Praise God. അപ്പോൾ എന്താണ് ഈ ഇസ്രായേൽ മക്കൾക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ വെട്ടുകിളി പോലെ വന്ന് കിടക്കുക. രാജാവിനൊരാഗ്രഹം, പ്രസിദ്ധനായൊരു പ്രവാചകനായിരുന്നു ബിലെയ. രാജാവ് കേട്ടിട്ടുണ്ട്, അവൻ ശപിച്ച ശാപം പറ്റും, അവൻ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം. അപ്പം കാശ് കൊടുത്ത് ഒഫീഷ്യൽസിനെ അയച്ചു, അത് റിജക്ട് ചെയ്തു. ദൈവം പറഞ്ഞു, അതെന്റെ ജനം ശപിക്കാൻ പോയേക്കരുത്. പിന്നെ കുറച്ചുകൂടെ മന്ത്രിമാരെ വിട്ടു കാണും, കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിലുള്ളവരെ വിട്ടപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു ഓഫറാ. രാജസനയിൽ താൻ പറയുകയാണ്, അവരോട് പറയാണ്, രാജാവ് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും, അതൊരു മനഃശാസ്ത്ര വാക്കാകട്ടോ, അപ്പൊ തരുമ്പോൾ കുറച്ച് തന്നാൽ ഒക്കത്തില്ല, ചാക്കുംപടി തരണമെന്ന് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഞാൻ വരത്തില്ല. ആദ്യം ദൈവശബ്ദം കേട്ട് പോകരുതെന്ന്. എന്റെ ചോദ്യം, നിങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ സിക്കായാൽ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുത്തു, then you can take a second opinion, no issue. പക്ഷെ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ അടുത്തൊരു പ്രവാചകനെ വിളിച്ചിട്ട് കാര്യമില്ല. ഇവിടെയാണ് അപകടം. ധാരാളം പ്രവാചകന്മാർ എന്നെ ചതിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചതിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? 2 പ്രവാചകന്മാർ എന്നോട് ദൂത് പറഞ്ഞിട്ട് പലിശയ്ക്ക് ഞാൻ പൈസ എടുത്തു കൊടുത്തു. ഇന്ന് ഞാൻ അതിന്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പ്രവാചകനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എടുത്തു കൊടുത്തത്, ഞാൻ സ്ട്രഗിളിലൂടെ പോവുക. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അന്ന് എന്നെ കൊണ്ട് സാത്താൻ പറയിച്ചാണ്. വളരെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് കൺസേൺ ആവശ്യം, ഓവർ കൺസേൺ പാടില്ല. യു നീഡ് കമ്പാഷൻ, ബട്ട് അവോയ്ഡ് ദി ഓവർ കമ്പാഷൻ. ദൈവത്തിനില്ലാത്ത കരുണ, ദൈവത്തിനില്ലാത്ത ഓവർ കമ്പാഷൻ നമുക്ക് ആവശ്യമില്ല. ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും, നിങ്ങളെ ദൈവം ലീഡ് ചെയ്യും. സിമ്പതി അല്ല ആവശ്യം, ഈ തിരുവചനം നമ്മുടെ ഉള്ളിലിരിക്കണം. ഇല്ലെങ്കിൽ ഈ എൻഡ് ടൈമിൽ ഭയങ്കര ചതികൾ പറ്റും, വലിയ അപകടങ്ങൾ പറ്റും. അതുകൊണ്ട് ലൈഫ് ഡിസിപ്ലിൻ ആക്കുക, ക്രൈസ്റ്റ് സെന്റേർഡ് ആക്കുക. പ്രൈസ് ഗോഡ്. ഞാൻ ഈ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ പ്രൊഫഷണൽ ആളുകളോടായതുകൊണ്ട് എനിക്ക് അതിനകത്ത് കുണ്ഠിതമില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ബാക്കിയുള്ളവർക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേൾക്കുമ്പോൾ പല കാര്യം. സൗരങ്ങളെ, നിങ്ങളെ ദൈവം ആരോഗ്യപരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാനും മാതൃകാപരമായ ഒരു ക്രിസ്തീയ ലീഡർഷിപ്പിലേക്ക് നയിക്കുവാനും പരിശുദ്ധാത്മാ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പരിശീലനത്തിന് ദൈവം അവസരം നൽകുന്നത്. രാജാവിന് കാശുണ്ട്, അവൻ വിളിച്ചാൽ ശപിക്കാം. കൂലിക്ക് ശപിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല. നെഹമ്യാവ് ഒരു പ്രവാചകയുടെ പേര് പറയുന്നു, ഒരു പ്രവാചകന്റെ പേര് പറയുന്നു, പിന്നെ പ്രവാചക ഗണത്തിന്റെ ടീമുകളുടെ കാര്യം പറയുന്നുണ്ട്. അവരെല്ലാം കൂലിക്ക് പ്രവചിച്ചു. പക്ഷെ ദൈവം അയച്ചവൻ അറിയായിരുന്നു മെസ്സേജ് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ.
നിങ്ങൾ കേൾക്കുന്ന മെസ്സേജുകൾ നിങ്ങളുടെ മനസ്സുടയ്ക്കുന്നതും നിങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കുന്നതും നിങ്ങളുടെ ഫാമിലി ലൈഫിനെ ടോർച്ചർ ചെയ്യുന്നതും ബന്ധങ്ങളെ ചിതറിക്കുന്നതുമായ സന്ദേശങ്ങൾ വരുമ്പോൾ കെയർഫുൾ കെയർഫുൾ കെയർഫുൾ. സഹോദരിമാർ പെട്ടെന്ന് ദൂത് കേൾക്കാൻ തത്രപ്പെടുന്ന പല സഹോദരിമാരുടെ ശീലം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രവാചകന്മാർ പറയും പുള്ളിക്കാരനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം, പുള്ളിയിൽ ചില വിഷയങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോഴേ വൈറ്റി തീയായി, അയ്യോ എൻ്റെ അച്ചാച്ചന് ഇനി എന്തോ വേറെ വല്ലതും ഉണ്ടോ, അതിപ്പോ പറയാൻ പ്രയാസമാ സിസ്റ്ററെ, എനിക്ക് നമ്പർ തരണേ, ഒന്ന് വിളിക്കണേ. വിളി തുടങ്ങും. അത് ഞാൻ വേറൊരു ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വെളിപ്പാട് കാണും. അന്ന് വൈകിട്ട് കട്ടിലെ പ്രശ്നം തുടങ്ങും. അന്ന് മുതൽ ആഹാരം കൊടുക്കുന്നതിൽ വ്യത്യാസം തുടങ്ങും. അന്ന് മുതൽ സംഭാഷണത്തിൽ വ്യത്യാസം തുടങ്ങും. കാണുന്നത് മുഴുവൻ നെഗറ്റീവായിട്ട് തോന്നും. പിന്നെ അന്ന് മുതൽ മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങും. എൻ്റെ ചോദ്യം, പണ്ട് ഞാൻ ആലപ്പുഴ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, കരുവാറ്റയിൽ പഠിക്കുമ്പോൾ, ലോങ് ഇയേഴ്സ് ബാക്ക്, അവിടെ ഒരു പ്രവാചകനെ വിളിച്ചു. അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇതായിരുന്നു, ദൂത് ഇതായിരുന്നു: സംഹാരകൻ നിനക്കെതിരെ വരുന്ന കോട്ട കാത്തുകൊള്ളും, വഴിയെ സൂക്ഷിക്കാം. യോഗം കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ പോയി അദ്ദേഹം വിശ്രമിച്ചു. നേരം വെളുത്തപ്പോൾ 30 വയസ്സായ വീട്ടിലെ മോളെയും കാണാനില്ല, പ്രവാചകനെയും കാണാൻ. ഭയങ്കര നിലവിളിയും പ്രശ്നമൊക്കെ ആയി. ഞാൻ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൂത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ ആള് ശരിയല്ലായിരുന്നു. കാരണം വീട്ടുകാരോടും കൂടെ ആ യോഗത്തിനുണ്ടായിരുന്നത്, സംഹാരം നിനക്കെതിരെ വരുന്നുണ്ട്, അതൊക്കെ പൂട്ടിക്കോണം. എന്തിനാ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് പറയുന്നത് തോന്നും അല്ലേ? അതിക്രമിച്ചു കഴിഞ്ഞു സമയം. ദൈവം നിങ്ങളെ നടത്തണോ, മനുഷ്യൻ നടത്തണോ? ദുരാത്മാവ് നിങ്ങളെ നടത്തണോ, പരിശുദ്ധാത്മാവ് നടത്തണോ? വിശുദ്ധിയോടും വിശ്വസ്തയോടും ജീവിക്കാതെ ഷോർട്ട് കട്ടില്ല ഒരു ബ്ലെസ്സിങ്ങിനും. അത്യുന്നതന്റെ മറവിലാണോ, സർവശക്തന്റെ നിഴലിലാണോ? ബാധയുടെ വിഷയത്തിൽ ദൈവം പറയും, ഞാൻ ഉത്തരവാദിയാ, കാരണം നീ ഇരിക്കുന്നത് എന്റെ മറവില്ല, നീ കഴിയുന്നത് എന്റെ നിഴലില്ല. നിങ്ങൾക്കറിയാം, 14-ാം വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ 91-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ പറയുന്ന വിടുതൽ, ഉയർച്ച, പ്രാർത്ഥനയുടെ മറുപടി, ദൈവിക വിടുതൽ, മഹത്വം, ഈ കാര്യങ്ങളെല്ലാം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതോട് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ. എന്താ 14-ാം വാക്യം? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. എന്തെഴുതിയിരിക്കുന്നു? അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. കണ്ടീഷനാ ആണോ? നിങ്ങൾ കുരങ്ങിനെ കണ്ടിട്ടുണ്ടോ? കുരങ്ങ് ഒരിക്കലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കത്തില്ല. പിന്നെന്തുവാ? കുഞ്ഞാങ്കുരങ്ങ് അള്ളിപ്പിടിക്കും. പൂച്ച ഒരിക്കലും അങ്ങനെയല്ല. പൂച്ച എന്തുക? കടിച്ചെടുത്തോണ്ടു. ഞാൻ പറയാറുണ്ട്, ഇത് പൂച്ച കടിയല്ല, ഇത് കുരങ്ങൻ പിടിയാ. നമ്മൾ എന്ത് ചെയ്യണം? അള്ളിപ്പിടിക്കണം. അതാ എന്ന് പറഞ്ഞാൽ എന്നോട് പറ്റിയിരിക്കുക. സാധു കൊച്ചുഞ്ഞുദേശി ഒരിക്കൽ ഭയങ്കരമായിട്ട് സങ്കടത്തിലായി, കഠിനമായ വേദനയിലായി. താനിങ്ങനെ കാട്ടിലോട്ട് അങ്ങ് പോയി അങ്ങ് കരയാനായിട്ട്. ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ നമ്മളെല്ലാവരും കരയാൻ സ്ഥലം കണ്ടെത്തും. ദാവീദ് പറഞ്ഞത്, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി എവിടെയെങ്കിലും വിശ്രമിക്കുവാൻ. ഒരിക്കൽ ഞാൻ മാനസികമായിട്ട് തകർന്നിട്ട് എൻ്റെ മനസ്സിൽ വെച്ച് ഉൾക്കാട്ടി കയറിപ്പോയി, പ്രാർത്ഥിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ വിചാരിച്ചു. മുട്ടയിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്മെല്ല് മണപ്പിക്കുന്ന പോലെ നോക്കിയപ്പോൾ കാട്ടാടിന്റെ പുറകെ വന്ന് എന്നെ മണപ്പിക്കുക. സ്തോത്രം. മാനും അതെ കാട്ടാടും എല്ലാം അതിനകത്തുണ്ട്, കേഴയും എല്ലാം ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ ആലയത്തിൽ പോയിരിക്കും, ഞാൻ നിനക്ക് മറുപടി തരും. എന്റെ വിഷയം വേറെ ഒന്നുമല്ല, ആത്മാക്കളെ കിട്ടുന്നില്ല. ആത്മാക്കളെ കിട്ടാതെ വന്നപ്പോൾ എന്റെ സ്വസ്ഥത പോയി. അപ്പൊ കാട്ടിൽ പോയി. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് എന്നെ യാതൊരു പ്രയോജനമില്ലാത്തവനായി ഞാൻ ആയിരിക്കുന്നു, എനിക്ക് ആത്മാക്കളെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കൃപയ്ക്കനുസരിച്ച് ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ ജീവിതം ചെലവഴിക്കാം. ദൈവം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി അടിയം പ്രാർത്ഥിച്ചു. പക്ഷേ കർത്താവിനെ 5 മണിയായപ്പോൾ അവിടെ നിന്ന് തട്ടി ഉണർത്തി. പിച്ചർനാളെ ദൈവാലയത്തിൽ വന്ന് ഇരുന്നു. 21 ദിവസം ഇരുന്നു. അത് തീരുന്നതിൻ്റെ 2 ദിവസത്തിന് മുമ്പ് 14 പേര് സ്നാനപ്പെട്ടു.
Praise God. അപ്പൊ കൊച്ചുപദേശി ഇങ്ങനെ കാട്ടിൽ പോയി കരയാൻ നിൽക്കുമ്പോൾ ദൈവമേ നീ എന്നെ കൈവിട്ടോ? അപ്പൊ തനിങ്ങനെ നോക്കുമ്പോ ഒരു തള്ളക്കുരങ്ങ് പള്ളക്കീഴിൽ ഇങ്ങനെ കുഞ്ഞാങ്കുരങ്ങ് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ച. അന്നേരമാണ് താൻ ഈ പാട്ട് പാടിയത്. തനിച്ചു നടപ്പാൻ ത്രാണി പോരാത്ത കുഞ്ഞിനേതൻ വനത്തിൽ വിടുമോ വാനരൻ പ്രിയ. തനിച്ചു നടപ്പാൻ ത്രാണി പോരാത്ത കുഞ്ഞിനേതൻ വനത്തിൽ വിടുമോ വാനരൻ പ്രിയ. അനച്ച പറ്റി വസിപ്പാൻ മാറും അതിനു വേണ്ട സമസ്ത വഴിയും തനിക്ക് ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്ന അതിന്റെ തള്ളയും. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. അങ്ങനെ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അയൽവാസിയായ ആ വീട്ടിലെ അമ്മച്ചി ഇങ്ങനെ വിരിച്ചിറക്കിയ കുഞ്ഞാങ്കോഴികളെയും കൊണ്ട് തള്ളക്കോഴി പോകുന്ന കണ്ടപ്പോൾ ഒരു കിളറാൻ വന്നപ്പോൾ ഈ തള്ള ഒരു സ്വരം പുറപ്പെടുവിച്ചു. ആ സ്വരം പുറപ്പെടുവിക്കുന്നവനൊപ്പം ആ തന്റെ ചിറകൂടെ വിരിച്ചു. നമ്മൾ വായിക്കുന്നില്ലേ, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കും. ആ അലാമാണ് തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കും. അപ്പോൾ ഇത്രയും ശബ്ദം പുറപ്പെടുവിക്കുന്നതോടൊപ്പം ആ ചിറകൂടെ വിരിക്കുക. അത് കണ്ടപ്പോൾ കുഞ്ഞാങ്കോഴികൾ മുഴുവൻ അതിന്റെ പള്ളക്കിഴി വന്നപ്പോൾ കവർ ചെയ്തു. അന്നേരം തനി ആത്മാവിൽ പാടിയതാണ്, കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തനേതൻ കീഴിൽ വെച്ച് പുലർത്തും മോദമാ. കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തനേതൻ കീഴിൽ വെച്ച് പുലർത്തും മോദമാ. അനച്ച പറ്റി വസിപ്പാൻ മാറും അതിനു വേണ്ട സമസ്ത വഴിയും തനിക്ക് ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്ന അതിന്റെ തള്ളയും. അനച്ച പറ്റി വസിപ്പാൻ മാറും അതിനു വേണ്ട സമസ്ത വഴിയും തനിക്കു ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്ന അതിന്റെ തള്ളയും. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും. സഹോദരങ്ങളെ, ഇപ്പൊ ദൈവത്തിന്റെ അലാർട്ട് കേൾക്കുന്നത് തിരുവചനത്തിലൂടെയാണ്, ദൈവാത്മ നിയോഗത്തിലൂടെയാണ്, ആത്മപ്രേരണയിലൂടെയാണ്, ദർശനത്തിലൂടെയാണ്, സ്വപ്നങ്ങളിലൂടെയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കപ്പലോടുന്നത് മറ്റൊരാളുടെ ടെലിഫോൺ സന്ദേശത്തിലൂടെയല്ല. അവർക്ക് രണ്ട് കാര്യമുണ്ട്. അവർക്കുള്ള കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടുന്ന റേഡിയോ മെസ്സേജ്, രണ്ട് ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസ് ദൂരെ. ഞാൻ നിരന്തരം കപ്പൽ യാത്ര ചെയ്തതാണ്. സ്തോത്രം. വശങ്ങൾ. അപ്പോൾ ഈ ദൂരെ യാത്ര ചെയ്യുന്ന ആ കപ്പല് എത്ര ഇരുട്ടിൽ കൂടെ സഞ്ചരിച്ചാലും, എത്ര പെരുവെള്ളത്തിന്റെ മീതെ പോയാലും നാം കാണുന്നത് ആ ലൈറ്റ് ഹൗസ്. കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. ഇവിടെ പടക് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് അവിടേക്ക് പതിയണം. പണ്ടൊരു കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായ കൊടുങ്കാറ്റിൽപ്പെട്ട് കുടിവെള്ളമില്ലാതായി. അവർ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. സ്തോത്രം. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എത്ര ഡിഗ്രി അക്ഷാംശത്തിലാണ്, നിങ്ങളുടെ റൂട്ട് എവിടെയായിപ്പോ? കൃത്യമായി അവർ പറഞ്ഞു കൊടുത്തപ്പോൾ പെട്ടെന്ന് കൺട്രോൾ റൂമിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു, അവിടെ കിടക്കുന്ന വെള്ളം പെട്ടെന്ന് കോരി കുടിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവര് അതിനുള്ള പാത്രം ഇറക്കി വെള്ളം കോരി എടുത്തപ്പോൾ അത് പ്യൂർ വാട്ടർ ആയിരുന്നു, കുടിവെള്ളമായിരുന്നു.
സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ ഉറവകൾ വരും. ആഴിയുടെ ഉറവകൾ തുറന്നു എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ? ജലപ്രളയ കാലത്ത് അതേ സഹോദരങ്ങളെ, നീ തകർന്നടിയുമ്പോൾ ഓർത്തോണം, അവിടെ നീ ഉറവയുടെ അരികിലായി എത്തിയിരിക്കുന്നു. അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ ഓർത്തോണം, നിന്റെ കടവിലാ ദൈവം എത്തിച്ചിരിക്കുന്നു. പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെ നീ കടന്നു പോകുമ്പോൾ ഓർത്തോണം, മാറയിലെ എത്തിയാറേ അവിടെയുള്ള വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ നീ കുടിക്കാൻ വേണ്ടിയല്ല നിന്നെ അവിടെ കൊണ്ടുവന്നു. അതുവരെ ആ ജനതയുടെ ജീവിതത്തിന്റെ സാക്ഷ്യമായിരുന്നു ആ വെള്ളത്തിന്റെ കയ്പ്. ആ കാലം വരെ ആ മാറ എന്ന ദേശത്തിലെ ജനനിവാസികൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു രഹസ്യമുണ്ടായിരുന്നു. എന്താണ്? അതിന്റെ തീരത്ത് അതിനെ മധുരിപ്പിക്കുന്ന ഒരു വൃക്ഷം ദൈവം നട്ടു വളർത്തിയിരുന്നു. ആ ജനത്തിന്റെ കരച്ചിൽ കേട്ട മോശ ദൈവത്തോട് കരഞ്ഞപ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു, യഹോവാവിനൊരു വൃക്ഷം കാണിച്ചു, നീ അത് വെട്ടി അതിലിടുക, അപ്പോൾ അത് മധുരമുള്ളതായി. നൂറ്റാണ്ടുകളുടെ കയ്പിന്റെ സാക്ഷ്യം ഒറ്റ നിമിഷം കൊണ്ട് അത് സ്വീറ്റായ ജ്യൂസാക്കി മാറ്റാൻ ജനലക്ഷങ്ങളുടെ കയ്പ് ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിയ ദൈവമായ എന്റെ ദൈവം. നിന്റെ പേഴ്സണൽ ബിറ്റർ ആയിട്ടുള്ള അനുഭവം, നിന്റെ ഫാമിലിയിലുള്ള ബിറ്റർ ആയിട്ടുള്ള അനുഭവം, നിന്റെ തലമുറയിലുള്ള ബിറ്റർ ആയിട്ടുള്ള അനുഭവത്തെ നോക്കി മനുഷ്യരോടല്ല, വിളിച്ചിറക്കിയ ദൈവത്തോട് കരയട്ടെ. He will guide you the right time, through the right way, through the right person. വളരെ വ്യക്തമായും സ്പഷ്ടമായും ദൈവം വഴി കാണിക്കും. വ്യക്തമായ മുഖാന്തരങ്ങളിലൂടെ, വ്യക്തമായ വ്യക്തിയിലൂടെ ദൈവം നിങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കും. നെക്സ്റ്റ് നമ്മൾ കാണുന്നത്, പിന്നെ അവർ യാത്ര ചെയ്ത് ഏലീമിലെത്തി. അവിടെ 70 ഈന്തപ്പനകളും 12 നീരുറവുകളും. ഞാൻ ആ സ്ഥലം പോയി കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 70 അല്ല, ഇന്ന് അത് 700-ലധികം ഈന്തപ്പനകളുണ്ട് അവിടെ. സ്തോത്രം. അതെ, ഒരു കയ്പ്, ഒരു നിമിഷം കൊണ്ട് ജനലക്ഷങ്ങളുടെ കയ്പ് മാറ്റിയ ദൈവമായ എന്റെ ദൈവം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? God is same God. ആ ദൈവന്റെ ദൈവമാണ്. നിങ്ങളുടെ മാറിൽ കരം വെച്ച് വചനം കേൾക്കുമ്പോ ഒന്ന് ബലപ്പെടാൻ പറ്റുമോ? പിശാച് പറയും നോ റെമഡി. എന്താ താമസിക്കുന്നേ മക്കളെ? താമസിക്കുന്നേ ഓർത്തോണം, ലേറ്റ് ബ്ലെസ്സിംഗ് ഈസ് ഗ്രേറ്റ് ബ്ലെസ്സിംഗ്. ഒരു പ്രീമച്ചർ ആൻസർ തരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാ മറുപടി താമസിക്കുന്നത്. അതിനർത്ഥം ദൈവം നിന്നെ തള്ളിയെന്നല്ല, ദൈവം നിന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാ താമസിക്കുന്നത്. കാരണം എന്താ? ദൈവം തരുമ്പോൾ ആൻസർ പെർഫെക്റ്റ് ആയി തരണമെന്ന് ആഗ്രഹിക്കുന്നു, ഗ്ലോറിയസ് ആയിട്ട് തരണമെന്ന് ആഗ്രഹിക്കുന്നു. നിന്നെ ഹോണർ ചെയ്യേണ്ട ടൈമാണ്. ആ സമയത്താണ് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുന്നത്. ദൈവത്തിന്റെ വാക്ക് ബിലെയാം കേട്ടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? കൂലി കൊതിച്ച ബിലെയാം എന്നാണ് നമ്മൾ വായിക്കുന്നത്. കാരണം എടാ, ഇതുവരെയും കിട്ടാത്തൊരു ഭയങ്കര ഓഫറാ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമേരിക്കക്കാരൻ എന്നെ കാണാനായിട്ട് വന്നു. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് ഒരു ഗിഫ്റ്റും ഒക്കെ തന്നിട്ട് എൻ്റെ ഈ 2 ചെക്ക് എഴുതി തന്നിട്ട് പറഞ്ഞു, എന്ന് ആവശ്യമുണ്ടോ, എത്ര വേണേലും എഴുതിയെടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചാണ്. വർഷം 17 ആ ചെക്ക് ഇവിടെ ഇരിക്കുക, ഇതുവരെ തൊട്ടില്ല. കർത്താവിനോട് പറഞ്ഞു തോട്ടേക്കരുത്. ഒരിക്കൽ കാനഡയിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് പൈസ ഒരാൾ തരാൻ വേണ്ടി എനിക്ക് മെയിൽ ഇട്ടു. കർത്താവിനോട് പറഞ്ഞു അക്കൗണ്ട് അയച്ചു കൊടുക്കാൻ. അവരുങ്ങളെ ക്രിസ്തീയ ജീവിതത്തിന് അതിന്റെ വാല്യൂസ് ഉണ്ട്. ഇത് ഞാൻ നിങ്ങളെ ആവർത്തിച്ച് ഓർപ്പിക്കുകയാണ്. കൂലി കൊതിച്ച ബിലെയാം. രണ്ടാമത്തെ ആൾ വന്നപ്പോൾ പോയി. കാരണം തനിക്ക് പിന്നെയും ചോദിച്ചത്, നിങ്ങൾ താമസിക്കും, ഞാൻ ഒന്നുകൂടെ ദൈവത്തോട് ചോദിക്കട്ടെ. ദൈവത്തിന് എന്താ ബോധക്കേടുണ്ടോ? ഞാൻ എപ്പുറത്തിൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയ ഒരു 6 years ബാക്ക് ഓസ്ട്രേലിയയിൽ ഒരു പ്രിയപ്പെട്ടവൻ പ്രാർത്ഥനയിൽ വന്നിരുന്നു. വളരെ വേദനയിലൂടെ എൻ്റെ അടുക്ക് വന്നു സംസാരിക്കുകയാണ്.
അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ ഒരു കേസ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു അതിൽ നിന്ന് ദൈവം അത്ഭുതകരമായി വിടിവിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഞാൻ കാര്യം കേട്ടപ്പോൾ പറഞ്ഞു, ബ്രദർ നിശ്ചയമായും നിങ്ങൾ പോകാൻ ഒരുങ്ങിക്കോ. എവിടോട്ടാ? ജയിലിലോട്ട്. കാരണം മദ്യപിച്ചിട്ട് റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ലെവലില്ലാതെ വണ്ടി കയറി 3 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. പ്രവാചകന്മാരെല്ലാം പറഞ്ഞു വിടുതല വിടുതല വിടുതല. എന്താ? നിയമം അറിയത്തില്ല, ബോധമില്ല. ഞാൻ പറഞ്ഞു, ബ്രദർ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പോകും. എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ജയിലിൽ പോകുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള കൃപ കിട്ടാനേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവിടുന്ന് തിരിക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. അപ്പൊ റെഡ് സിഗ്നൽ കണ്ടാൽ ചവിട്ടണം. മഞ്ഞ കാണുമ്പോഴേ ചിലര് ഇച്ചിരിയും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പോകും. 1000 ടിക്കറ്റ് അടിച്ചോണ്ടിങ്ങി വരും. എന്തിനായി ധൃതി? ഒരു 10 സെക്കൻഡിന് എന്താ ചെയ്യാൻ പോവുക? എടുത്തുചാട്ടങ്ങൾ അവസാനിപ്പിക്കുക, ധൃതി അവസാനിപ്പിക്കുക, സംയമനം പാലിക്കുക, ക്ഷമയോടെ ജീവിക്കുക, സഹിഷ്ണുതയോടെ ജീവിക്കുക. ഭാര്യ പറഞ്ഞത് പിടിച്ച് ഉടനെ ചള്ളയ്ക്ക് അടിക്കരുത്. ഉടനെ അവളുടെ അമ്മയ്ക്ക് വിളിക്കരുത്. അവളുടെ ബന്ധുക്കാരെ ചിത്ത് വിളിക്കരുത്. ഏത് സഹോദരന്മാർക്കെതിരെ ഒരു വാക്ക് സംസാരിച്ച പൊന്നു സഹോദര, നീ സമ്മാനത്തോടെ അന്ന് രാത്രി നിന്റെ ഭാര്യയുടെ കൂടെ ഉറങ്ങത്തില്ല. കാരണം അവരുടെ വീട്ടുകാരെ അവർക്ക് വില ഇതാ. അവരെ വിട്ട് നമ്മുടെ തണലിലേക്ക് വരുമ്പോൾ ഒരിക്കലും നിന്റെ ജീവിത പങ്കാളിയെ നോവിക്കരുത്. ദൈവം കഴിഞ്ഞ ഭൂമിയിലെ ആശ്രയം അവനവന്റെ ജീവിത പങ്കാളിയാണ്. കൂലി കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചു പോയി. പക്ഷെ നമുക്കറിയാം മുന്നോട്ട് പോകുമ്പോൾ ദൈവഹിതം വിട്ട് യാത്ര പോയ പ്രവാചകനെ വെട്ടാൻ ദൂതനെ വാളുമായി അയച്ചതായി നമ്മൾ കാണും. 2 സ്ഥലത്ത് ഒഴിഞ്ഞു മാറി. 3-ാമത്തെ സ്ഥലത്ത് ചെന്നപ്പോൾ ദൂതനെ കണ്ട് ഭയപ്പെട്ടിട്ട് കഴുത ഒഴിഞ്ഞു മാറിയപ്പോൾ കാല് ഭിത്തിയോട് ചേർന്ന് അമങ്ങിയപ്പോൾ കഴുതയെ അടിക്കുന്നു. അപ്പോൾ യഹോവ കഴുതയുടെ വായി തുറന്നു. ഞാൻ നിന്റെ കഴുതയല്ലയോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ അടിച്ചത്? ദൈവത്തിന് സംസാരിക്കണമെങ്കിൽ മൃഗങ്ങളുടെ വായും തുറന്ന് സംസാരിക്കും. ദൈവത്തിന് സംസാരിക്കാൻ മാർഗം ഏതാണെന്നൊന്നും നമുക്കറിയില്ല സഹോദരങ്ങളെ. ദൈവത്തിന്റെ മെസ്സേജ് കൺവേ ചെയ്യാൻ നമ്മളോട് ആഗ്രഹിക്കുന്നെങ്കിൽ കൺവേ ചെയ്യും. നിങ്ങൾക്കറിയാമോ, ദൂതൻ പറയുകയാണ്, ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. പ്രവാചകനെ. കാരണം ദൈവം പറഞ്ഞു, അത് വിശുദ്ധ ജനമാണ്, എന്റെ ജനമാണ്, നീ ശപിക്കരുത്, നീ പോകരുത്. പക്ഷെ അരമനയിലുള്ള കാശ് ഓർത്തപ്പം ദൂതങ്ങ് തിളച്ച് നിൽക്കുക. അങ്ങോട്ട് ചെന്നോട്ട് പറയാം. ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞേ പറയാം, അത്രേ പറയാം. മനസ്സിലെ ആഗ്രഹം ശപിക്കണം, എന്നാലേ കാശ് കിട്ടും. ഒരിക്കലും ഒരു പ്രവാചകൻ പറഞ്ഞ, അച്ഛാ 3 ഇരുന്ന് നമുക്കങ്ങ് ഒതുക്കിയേക്കാം പുള്ളി. അയ്യോ, ദൈവത്തിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യരുത് കേട്ടോ. വളരെ ഭയത്തോടെ കേൾക്കണം. രാജസന്നിധിയിലെത്തി, വലിയ സന്തോഷമായി വരവേറ്റു, ചെന്ന് കാണിച്ചു, ഓരോ ദിക്കും കാണിച്ചു. അപ്പോൾ എന്താ കാണുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒരു സൈഡിൽ നിന്നപ്പോൾ താൻ പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പ്രവാചകൻ പറയുന്നു, ഇത് ദൈവത്തിന്റെ ജനതയാണ്, ദൈവം ശമിക്കാത്തവനെ ഞാൻ എങ്ങനെ ശമിക്കും? മനസ്സിലാഗ്രഹമുണ്ട് ശമിക്കണമെന്ന്, പക്ഷെ ഒക്കുന്നില്ല. നാവ് തുറന്നപ്പോൾ വരുന്നത് മുഴുവൻ ദൈവശബ്ദമാണ്. ഭുജ് എയർഫോഴ്സ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, നമ്മുടെ എയർഫോഴ്സിലെ വിശ്വാസികളിൽ ഒരു സഹോദരൻ പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. പാകിസ്ഥാനിൽ എയർക്രാഫ്റ്റ് വീണ് അവിടെ വെച്ച് ഒരു വിശ്വാസിയായ സഹോദരനെ പാകിസ്ഥാനിൽ പിടിച്ചു. അവരൊരു മിഷനിൽ കൊണ്ടുചെന്നു ഇവന്റെ ഇൻഫർമേഷൻ എല്ലാം എടുക്കാൻ. നിങ്ങൾക്കറിയാമോ, അത് ഘടിപ്പിച്ച് ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ ഇവൻ അന്യഭാഷയിൽ ആരാധിക്കുക. ഒരു സിഗ്നലും വരുന്നു. വീണ്ടും അത് തന്നെ ചെയ്യും, ഒരു സിഗ്നലും വരുന്നില്ല. കേട്ട സാക്ഷിയായി പറയുന്നു. വാ തുറന്നപ്പോൾ നാർക്കോ സിസ്റ്റം എല്ലാം ഓർമ്മയിൽ വരുന്ന പോലെ എന്തോ സംവിധാനമായിരിക്കും, എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്.
അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം കലർപ്പില്ലാതെ അസിറ്റിസായിട്ട് ഞാൻ കൺവേ ചെയ്തു. അവസാനം അവര് നോക്കിയിട്ട് ഇവനെ വെറുതെ വിട്ടു. ദൈവമക്കൾ തിരിച്ചറിയണം, ശത്രു പാളയം ഇറങ്ങുമ്പോൾ ദൈവം അവരുടെ നടുവിൽ വസിക്കുക. ആ വസിക്കുന്ന ദൈവമാണ് ഇദ്ദേഹത്തിന് കൃപ കൊടുത്തത്. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ പാർക്കുന്ന ജനതയെ ശപിക്കാൻ വരിക. ചില കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, തള്ളയുടെ മണ്ട കയറിയിരിക്കും, അതിനെ കിളറാൻ കൊണ്ടുപോകും. ദൈവകൃപ ലഭിച്ചതിന് ശേഷം ദൈവഹിതം വിട്ട് അഹങ്കരിച്ചാൽ, നിഗളിച്ചാൽ, പൊങ്ങച്ചം കാണിച്ചാൽ, ദുരഭിമാനം കാണിച്ചാൽ, കീഴ്പ്പെടാൻ മനസ്സില്ലാതെ മത്സര മനോഭാവത്തോടെ പോയാൽ ആശയ്ക്ക് വഴിയുണ്ടാവില്ല. ഇത് നിങ്ങൾ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നോവുമെന്ന് എനിക്കറിയാം. പക്ഷേ സർജിക്കൽ ടേബിള് കയറ്റിയാൽ നമുക്ക് വൃത്തിയായിട്ട് അതിന്റെ കീട് മുഴുവൻ മാറ്റിയെടുത്തില്ല, പിന്നെയും ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇത് തിരിച്ചറിഞ്ഞ് മതിയാകും. അവസാനം അദ്ദേഹം എന്താ ചെയ്തത്? ബാലാക്ക് പറയുകയാണ്, നിന്നെ അധികം മാനിപ്പാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ദൈവം നിന്റെ അനുഗ്രഹം മുഴുവൻ മുടക്കിയിരിക്കുക. താൻ പറഞ്ഞു, ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഭാഗത്ത് താൻ പറഞ്ഞ എന്താണെന്നറിയാമോ? അതാണ് ആ മിസ്റ്ററി നമ്മൾ കേൾക്കേണ്ടത്. നമ്മുടെ ചോദ്യം, ശാപം ഫലിക്കുമോ, മന്ത്രം ഫലിക്കുമോ, ആഭിചാരം ഫലിക്കുമോ? 23-ാം അധ്യായം അതിന്റെ സ്തോത്രം 22-23 വാക്യങ്ങൾ വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം സ്തോത്രം. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. പിന്നെ 19 മുതലൊന്ന് വായിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, ആമേൻ. അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. അടുത്തത്, താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. എന്തിനാ വന്നേ? എന്തിനാ വന്നത്? ശപിക്കാൻ. പക്ഷെ ഇവിടെ കൽപ്പന കിട്ടിയത് എന്താ? അശിമേ ഒരിക്കൽ ദാവീദിനോട് പറഞ്ഞു, നീജ. അപ്പൊ ദാവീദിന്റെ പടയാളി പറഞ്ഞു, അവനെ അങ്ങ് തട്ടിയേക്കട്ടെ. ദാവീദ് പറഞ്ഞു, അവനെ കൊല്ലണ്ട, ശപിക്കാൻ ദൈവം അവനോട് പറഞ്ഞിരിക്കാം, ശപിച്ചോട്ടെ. പക്ഷെ ആ ശാപം ദൈവം എനിക്ക് അനുഗ്രഹമാക്കി. ചില പറയൂ, അവരുടെ പ്രാക്ക നമുക്ക് ഗതി പിടിക്കാതെ. ഒരു ചുണ്ണാമ്പുമല്ല. നമ്മൾ ട്രാക്കിനകത്ത് ഇഞ്ഞ് വന്നാൽ മതി, സംഗതി ഓക്കെ ആവും. ഞാൻ പലരോടും പറയാറുള്ള കാര്യങ്ങൾ, നമ്മൾ ശരിയാവുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ ശരിയാവും. എന്റെ ജീവിതമാണ്, അതാണ് എന്റെ ശരി. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറച്ചുകൂടാ. നോക്കിയേ, പ്രൈസ് ദി ലോർഡ്. അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, അതെനിക്ക് മറിച്ചുകൂടാ. മറച്ചുകൂടാ അല്ല, മറിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിയതാ. കാരണം ഈ ഒരു രാജാവിന്റെ ഇനി ഒരു ആയുസ് മുഴുവൻ ജീവിക്കാനുള്ള ഡിപ്പോസിറ്റ് ഉൾപ്പെടെ ഇനി കിട്ടുമായിരുന്നു. ഒറ്റ ചിത്രൂടെ വിജയിച്ചാ പോരെ. നായയുടെ വിലയും വേശ്യയുടെ കൂലി യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരുന്ന വാനമുണ്ടല്ലേ. എന്തെങ്കിലും ഒപ്പിച്ച് നിങ്ങളെ മാനിക്കുന്ന ദൈവമല്ലത്, ഓർത്തിരിക്കണം. ഷോർട്ട് കട്ടിലും കുറുക്ക് വഴിയിലൂടെ നോവേ. ദൈവമക്കളെ, സ്വസ്ഥതയേക്കാൾ വലുത് ഒന്നുമല്ല. സ്വത്തിനേക്കാൾ വലുത് സ്വസ്ഥതയാണ്. സ്വസ്ഥതയില്ലാത്ത സമ്പത്ത് നിങ്ങൾക്ക് എന്തിനാണ്? സമാധാനമില്ലാത്ത നിക്ഷേപം നിങ്ങൾക്ക് എന്തിനാണ്? നിങ്ങൾ ഉറങ്ങുമ്പോൾ സമാധാനമായിട്ട് ഉറങ്ങണ്ടേ? സ്തോത്രം. ഉള്ളതിന് സ്തോത്രം ചെയ്യും. നിങ്ങളുടെ ഞെരുക്കത്തിനും സ്ട്രഗിളുകൾക്കും കൂടുതൽ നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. കണ്ടോ, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. അടുത്ത എന്താ? രാജകോലാഹലം അവരുടെ മധ്യേയുണ്ട്. That means he is the king of king എന്നല്ലേ? അവരുടെ മധ്യേ വസിക്കുന്ന ദൈവം പറയുകയാണ്, ആത്മാവിൽ കണ്ടുകൊണ്ട് ബിലിയാം പറയുകയാണ്, രാജകോലാഹലം അവരുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഭരണം ദൈവമാണെന്ന് എനിക്ക് തൊടാൻ പറ്റത്തില്ല. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്?
ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. ആ കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആ ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ആ ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ശ്രദ്ധിച്ചേ. മോനെ കലയിൽ എന്തു പാല് വാങ്ങിക്കണ്ട ആ, കേട്ടോ, ആ, മമ്മിയോട് ആ, വാങ്ങിച്ചു. ആ, എന്താ എഴുതിയിരിക്കുന്നത്? ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏക്കത്തില്ല. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. ആർക്കാ ആഭിചാരം ഫലിക്കാത്തത്? ഇസ്രായേൽ. ആരാ ഇസ്രായേൽ? പുറമേ യഹൂദനായവനല്ല, അകമേ യഹൂദനായവൻ. അത്യുന്നതന്റെ മറവിലാണോ മക്കളെ? സർവശക്തന്റെ നിഴലിൻ കീഴിലാണോ? ബാധ തൊടത്തില്ല. ദൈവിക വ്യവസ്ഥയും ദൈവത്തിന്റെ പ്രമാണവും തിരിച്ചറിയാത്തതിന്റെ പാളിച്ച നമ്മൾ തിരിച്ചറിയണം. ചെറിയ തെറ്റുകൾക്ക് ബില്ലി ഗ്രഹാം പറഞ്ഞത് വലിയ പ്രാധാന്യം കൊടുക്കണം. കുഞ്ഞുങ്ങളോട് കോപിച്ചാലും, അപ്പനാണേലും അമ്മയാണേലും, കാര്യമില്ലാത്ത ഒരു കാര്യത്തിനാണെങ്കിൽ കോപിച്ചാൽ സോറി പറയണം. കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം. അമ്മയപ്പന്മാരെ മക്കളെ കോപിപ്പിക്കരുതെന്നാണ്. ഷാട്ടിയും കാണും, മൂശേട്ട കാണും. നമ്മുടെ വിത്തുകളല്ലേ, കുറച്ചൊക്കെ കാണും. സ്തോത്രം. നമ്മളിപ്പോഴും ശരിയായിട്ടില്ല. സ്തോത്രം. അപ്പൊ നമ്മൾ ഇനിയും ദൈവത്തിന് എത്രമാത്രം ശരിയാകാറുണ്ട്. നെഹമ്യാവ് പറഞ്ഞു, ആ ശാപം അനുഗ്രഹമാക്കി തീർന്നു. ഇനി 2-3 കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാനുണ്ട് ആ വിഷയത്തില്. ഒന്നാമത്തെ കാര്യം, ഒന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഈ ജനം നശിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. എന്താ നശിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തതെന്ന് നെഹമ്യ പിന്നെ അറിയാമോ? വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 14-ാം വാക്യം. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 14. എങ്കിലും നിന്നെ കുറിച്ച് ആ കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ആ ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ആ ദുർനടപ്പ് ആചരിക്കേണ്ടതിനും ആ. അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. കണ്ടോ? എന്താന്ന് അറിയാമോ? ശിത്തീമിൽ ഇരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മോവാബ്യ സ്ത്രീകളുമായി പാപം ചെയ്യാൻ അവസരം ഉണ്ടാക്കി. ബിലയാം പറഞ്ഞു കൊടുത്തു, കാണാൻ കൊള്ളാവുന്ന പെമ്പിളാരെല്ലാം അതുവഴി അങ്ങ് വിട്ടേരെ. കാരണം അവരുടെ നടുവിൽ വസിക്കുന്ന ദൈവം അതിപരിശുദ്ധനായ ദൈവമാണ്. അപ്പൊ നിനക്ക് പറ്റിക്കാനൊന്നും പറ്റത്തില്ല, ഈ ആഭിചാരമൊന്നും പറ്റത്തില്ല. പക്ഷേ ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. പിന്നെന്താണ്? നിന്റെ ക്ഷേത്രത്തിലെയും പൂജകളുടെയൊക്കെ ഉണ്ണിയപ്പവും നേർച്ചപ്പായസവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് കൊടുക്കുക. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും. സൗരങ്ങളെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ജാതീയ ഫെസ്റ്റിവലിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനവും നിന്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. ചില സ്ഥലങ്ങൾ ഗിഫ്റ്റ് കിട്ടും, അവിടെ നിഷേധിച്ചാൽ പ്രശ്നം ഉണ്ടാവും. മേടിക്കുക, എടുത്തു കളയും, തിരിച്ചറിഞ്ഞോണം. അങ്ങനെ ചില സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ ഓർത്തുകൊള്ളണം, വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും. എന്താ എഴുതിയിരിക്കുന്നത്? ദുർനടപ്പ് ആചരിക്കേണ്ടതിനും. ഇങ്ങനെയുള്ള ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയാം ഒരു ചർച്ചിലെ സഹോദരൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ചില പൂജകൾക്ക് പോയി ഉണ്ണിയപ്പം മേടിച്ച് തിന്നും ഇഷ്ടം പോലെ. പരസ്പര സമ്മതമെങ്കിൽ ലൈംഗികത പാപമല്ല എന്ന് പല ലീഡേഴ്സും പഠിപ്പിക്കുന്ന കാലത്തെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ നിങ്ങൾക്ക് മാത്രമേ, അവനവന്റെ ജീവിത പങ്കാളികൾ മാത്രമേ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ശരീരം കാണാൻ മാത്രമേ ദൈവം നിങ്ങളെ പെർമിറ്റ് ചെയ്തിട്ട്. വചനം പറയുന്നു, ദുർനടപ്പ് ആചരിക്കേണ്ടതിന്, വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന്. ബാലാക്കിന്റെ മുമ്പിൽ, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ഇടർച്ച ഉപദേശിച്ചു കൊടുത്ത ബാലാക്ക് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ദൈവം അത് വെറുക്കുന്നു. ബിലിയാം പറഞ്ഞു, ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ എന്ന് താൻ പറഞ്ഞു.
സ്തോത്രം. തന്റെ പ്രാർത്ഥന അതായിരുന്നു, ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. പക്ഷേ അദ്ദേഹം എങ്ങനെയാ മരിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. താൻ വെട്ടേറ്റാണ് മരിക്കുന്നത്. സ്തോത്രം. പലരും മരിച്ച കൂട്ടത്തിൽ ബിലിയാമും വെട്ടേറ്റ് മരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. Praise God. Yes. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ വളരെ ഭയത്തോടെ ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുവാനും, Praise God, വലിയവനായ ദൈവത്തിന്റെ ആ കൃപയ്ക്കുള്ളിൽ നമ്മൾ കവർ ചെയ്യപ്പെടുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ശപിക്കാൻ വിളിച്ചെടുത്ത് ആ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി തീർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. നോക്കിയേ, 23-ാമത്തെ അധ്യായം അതിന്റെ 10-ാം വാക്യം. യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം? ഇസ്രയേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേതുപോലെ ആകട്ടെ. നോക്കുക, ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ എന്ന് ബിലെയാം പറഞ്ഞു. എങ്ങനെയാ മരിച്ചതെന്ന് 31-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു. നിഹിതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന രാജാക്കന്മാരായ എവീരേഖേം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബെയോരിന്റെ മകനായ ബിലിയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഭക്തന്മാർ മരിക്കുന്നു. എങ്ങനെയാ മരിച്ചത്? ദൂതൻ അന്ന് വെട്ടി തകർക്കേണ്ട സമയത്ത് കഴുതയോർത്താതെയും പിടിപ്പിച്ചത്. മനസ്സിലായി? പക്ഷെ ഇവിടെ നമ്മൾ വരുമ്പോൾ വളരെ ഭയാനകമായ കാര്യമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്കുള്ള ബുദ്ധിയുപദേശം? 2 പത്രോസ് 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ വായിക്കണം. 2 പത്രോസ് 2-ാം അധ്യായം. സ്തോത്രം. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബിലിയാമിന്റെ വഴിയിൽ നടന്നു. അടുത്തത്, അവൻ അനീതിയുടെ കൂലി കൊതിച്ചുവെങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. അനീതിയുടെ കൂലി കൊതിച്ചു. ദൈവമക്കളെ, പെട്ടെന്ന് ഉയർച്ച പ്രാപിക്കാൻ ഒരു ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്കും നമുക്കുണ്ടാകരുത്. കർത്താവ് പറഞ്ഞു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞു പോകുകയും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. ചിലരിത് കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുവിധ ദുഃഖങ്ങൾക്ക് അധീനരാണ്. ദൈവമക്കൾക്ക് ശാപം ഫലിക്കുമോ? ഇല്ല. എങ്ങനെ ജീവിച്ചാൽ അത്യുന്നതന മറവിൽ സർവശക്തൻ നേടി. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അന്നമച്ചറിയാൻ പ്രാർത്ഥിച്ചാട്ടെ. Thank you, Lord Jesus. Oh, Baba Naradhyana Baba. Hallelujah, hallelujah. പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ എന്നോടാണോ? അതെ അതെ അതെ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ശാന്തമായ രാത്രിക്കായി ഞങ്ങൾ പിന്നെയും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ ദാസനിലൂടെ ദൈവമേ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ഞങ്ങളുടെ ദിവ്യവചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ഞങ്ങളുടെ ആത്മീയ റെസ്പോൺസിബിലിറ്റീസ് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ സർവ്വവിശ്വസ്തരായി ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവെ. അപ്പാ, ഞങ്ങൾ ജീവിതത്തിൽ കേട്ടതായ വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ ഞങ്ങളുടെ ജീവിതത്തിൽ കരുതിക്കൊള്ളുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ ഏകരായി നിൽക്കേണ്ടുന്ന മണ്ഡലങ്ങളില് കർത്താവെ നെഹെമ്യാവ് ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ നിൽക്കുവാനായി തനിക്ക്
ഹല്ലേലൂയ ആവശ്യമായിരുന്നതൊക്കെ താൻ സംഗ്രഹിച്ചതുപോലെ രാജാവിന്റെ ഹല്ലേലൂയ കൊട്ടാരത്തിൽ നിന്നുള്ള എഴുത്ത് തനിക്ക് നിൽക്കുവാനുള്ള ധൈര്യം അതൊക്കെ താൻ സംഹരിച്ചതുപോലെ കർത്താവേ ഞങ്ങളുടെ സന്നിധാനത്തിലിരുന്നു കൊണ്ട് ദൈവമേ ആത്മമണ്ഡലങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ഞങ്ങൾ സംഹരിച്ചുകൊണ്ട് കർത്താവിന്റെ ഹല്ലേലൂയ പാതയിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവേ. അപ്പച്ച കപ്പലിന്റെ യാത്രയെ കുറിച്ച് ട്രെയിനിന്റെ യാത്രയെ കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ ദൈവമേ, ആ ഹല്ലേലൂയ കുരങ്ങ് തന്റെ കുഞ്ഞിനെ വളർത്തുന്ന അവസ്ഥകള്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന അവസ്ഥകളൊക്കെ ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. അത്യുന്നതന്റെ മർവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവര് അവിടുന്ന് ഹല്ലേലൂയ കൊടുക്കുന്ന സംരക്ഷണത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. ഇത്ര നല്ല ഒരു ദൈവത്തെ കുറിച്ച്, ഇത്ര ഹല്ലേലൂയ വലിയ ദൈവത്തെ കുറിച്ച് കേൾക്കുവാൻ കർത്താവേ അങ്ങേ ശേഷിപ്പായങ്ങൾക്ക് നൽകുന്ന അവസ്ഥകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അപ്പച്ചാമിയുടെ പാദപീഠത്തിൽ ഇന്ന് രാത്രി കാലം ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. അപ്പച്ചാമിയുടെ ഇഷ്ടം പരിപൂർണമാക്കപ്പെടണമേ. ഞങ്ങളെ നമ്മുടെ ഹിതപ്രകാരം അവിടുന്ന് വാർത്തെടുക്കണമേ കർത്താവേ. ഞങ്ങളെ അന്തരംഗങ്ങളെ സൃഷ്ടിച്ച ദൈവമേ, ശത്രുവിന്റെ സകല കണ്ണികളിൽ നിന്നും കുടുക്കളിൽ ഞങ്ങളെ വിട്ടുവിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആലോചന പകർന്ന് ഓരോ നിമിഷവും ഞങ്ങളെ നടത്തണമേ കർത്താവേ. അപ്പൊ നമ്മുടെ ഷക്കീനെ കൊണ്ട് ഞങ്ങളെ മൂടണമേ. ലോകം ജഡം പിശാചുവെ ജയിച്ച് ദൈവസ്ഥലിൽ ജയാളികളായി കാണപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകേണ്ടതിനായി അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. നാഥാ ഹല്ലേലൂയ ദൈവമേ, ആ ബിലയാമിന്റെ ജീവിതത്തിൽ വന്നതായ അനർത്ഥത്തെ കുറിച്ച് കേൾക്കുവാനിടയായല്ല കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കർത്താവ് പറയുന്നത് എന്തെന്ന് ശ്രദ്ധയോടെ കേട്ട് കർത്താവേ അപ്പാ അനർത്ഥങ്ങളെ ഒഴിഞ്ഞിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനായി ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് ശുശ്രൂഷിപ്പാനും കൂടെ ദാസിനെ ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കൃപ പകർന്ന് സഹായിച്ചാട്ട് തിരികെ ഞങ്ങൾ പൂർത്തീകരിച്ചാട്ട് യേശു ക്രിസ്തു മൂലം ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ദയോട് ഉത്തരമരളി ചെയ്യണമേ. ആമേൻ. അനിമ പ്രാർത്ഥിച്ചാട്ടെ. Thank you, Jesus. Thank you, Lord. Oh, mute. Jesus. ഹല്ലേലൂയ കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം നന്ദി പറയുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന നാഥാ. ഇത്രത്തോളം സമയം കർത്താവേ നിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗം തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ദൈവവചനത്തിൽ നിന്ന് കർത്താവേ അനവധി കാര്യങ്ങൾ കർത്താവ് നീ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന നാഥാ. ദൈവത്തിന് വേണ്ടി നീതിയുള്ളവരായി നിൽപ്പാൻ തക്കവണ്ണം കർത്താവേ സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനമൊക്കെയും കർത്താവേ ഞങ്ങൾ ഏറ്റെടുക്കുക കർത്താവേ, സ്തോത്രം ചെയ്യുന്ന നാഥാ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അനീതിക്ക് കൂട്ടു നിൽക്കാതെ കർത്താവേ, നീതിയോടെ കർത്താവേ ദൈവവചനത്തിന്റെ അനുസരണമായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവേ ഹല്ലേലൂയ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്ന നാഥാ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം ചെയ്യുന്ന വചനം അതിന്റെ ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം ചെയ്യുന്ന ആഴത്തിൽ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യട്ടെ കർത്താവേ. സ്തോത്രം. തെറ്റും ശരിയും ഒക്കെയും കർത്താവേ ഞങ്ങൾ മനസ്സിലാക്കി കർത്താവേ സൂക്ഷ്മതയോടെ കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥാ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കർത്താവേ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ കർത്താവേ ദൈവവചനം അതനുസരിച്ച് തന്നെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവേ പൊന്നപ്പച്ചന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുക കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം ചെയ്യുന്ന നാഥാ. അപ്പാ ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം കർത്താവേ. കേട്ട വചനങ്ങളൊക്കെയും കർത്താവിന്റെ നാമത്തിൽ കർത്താവേ സ്തോത്ര നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നാഥാ. ദൈവം ഞങ്ങൾക്ക് തന്നെ ഓരോ വചനങ്ങളും കർത്താവേ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥാ പ്രവർത്തിപ്പാൻ ചക്കവണ്ണം ഏറ്റെടുക്കുവാൻ ചക്കവണ്ണം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം നാഥാ. ഓരോ ദിവസവും കർത്താവേ ഞങ്ങൾ കർത്താവിന് വേണ്ടി ശോഭയുള്ളവരായി തീരുവാൻ ചക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസിനെ പൂർണ്ണമായും തഹപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ദൈവം കർത്താവേ ഇത്രത്തോളം കർത്താവേ ആരോഗ്യകരമായി കർത്താവ് നടത്തുന്നതിനായി സ്തോത്രം
കർത്താവെ പൂർണ്ണമായും ഏൽപ്പിച്ചു തരിക കർത്താവെ. ഞങ്ങൾക്ക് വേണ്ട വചനങ്ങളാ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഓരോ ദിവസം ദേവദാസനിൽ കൂടി ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു നാഥ. ഹല്ലേലൂയ. കുടുംബമായി ദാസനെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, പ്രിയപ്പെട്ടവളെ ഏൽപ്പിക്കുന്നു കർത്താവെ. സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കടന്നു വന്ന മക്കളെ എല്ലാവരെയും അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, കുടുംബമായും ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവം അനുഗ്രഹിച്ചാട്ട് കർത്താവെ. സ്തോത്രം. വീണ്ടും കർത്താവെ നാളെ രാവിലെ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വരും വരെയും കർത്താവ് കൂടെ ഇന്ന് പരിപാലിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. സ്വർഗം കൂടെ ഇന്ന് സഹായിച്ചാട്ട്. സകലത്തിനായ സ്തോത്രം കർത്താവെ. സകലമാനവും മഹത്വവും അങ്ങേക്ക്, സകല പുകഴ്ചയും ബഹുമാനവും അടുത്തേക്ക് മാത്രമേ. പ്രാർത്ഥനയായ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജിമ്മിയുടെയും മെർലിന്റെയും കുഞ്ഞ് ജോഷുമോനെ ഹോസ്പിറ്റലിലാണ്. അവനെ ഇന്നലത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒത്തിരി സമാധാനത്തോടെ ഉറങ്ങി എന്ന് കേൾപ്പാനിടയായി. MRIക്ക് കുറിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് 1 മിനിറ്റ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ജിൻസി ഉമ്മൻ പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ജോഷുമോന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന് 1-2 വിഷയം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്തോത്രം. ജിൻസി ആ വിഷയത്തിനായി പ്രാർത്ഥിച്ചാട്ടെ. സ്നേഹാനും പരിശുദ്ധനുമായ എന്റെ കർത്താവെ, ഈ സന്നിധിയിൽ ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ സന്നിധിയിലോട്ട് എത്തിയിരിക്കുന്നു കർത്താവെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് തരുന്ന നിന്റെ ദാനമാണല്ലോ കർത്താവെ. അവരെ പ്രോപ്പർലി ഗൈഡ് ചെയ്യുവാനും അവരെ വളർത്തിയെടുക്കുവാനും നീ തരുന്ന വലിയ കൃപയോർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോഷുവെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജിബിയുടെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ദൈവമേ, കുഞ്ഞുങ്ങളെ ആ കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ ആത്മാവിനെ നീ പകരണമേന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളൊന്നും അല്ലല്ലോ കർത്താവെ. ദിവ്യശക്തി അവിടെ ഇറങ്ങി കർത്താവെ ആ കുടുംബത്തോടു കൂടെ ആയിരിക്കണമേന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ, വലിയവനായ തമ്പുരാനെ ആ പാരൻസിനെ ഒക്കെ ശക്തിപ്പെടുത്തണമേന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കർത്താവെ എത്രയും പെട്ടെന്ന് അതിനൊരു വിടുതൽ കൊടുക്കണമേന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഈ ഒന്നുകൂടെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നവരെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോർദാനിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളുടെ സ്കിന്നിൽ ഇൻഫെക്ഷൻ ഒക്കെ മാറ്റിയെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു തമ്പുരാനെ. മക്കളെങ്കിൽ അവകാശികൾ കർത്താവെ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ വാഗ്ദത്തം കൊടുത്ത കുഞ്ഞുങ്ങളാണല്ലോ ദൈവമേ. ആ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ കാണിക്കണമേന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. സർവശക്തനായ പിതാവേ, ഓരോരുത്തരെയും ഞാൻ ഓരോ കുടുംബത്തെ ഒന്നുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാൽവരിക്കുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം കർത്താവെ, പിതാവിന്റെ മുമ്പിൽ കാണിച്ച അനുസരണത്തിന്റെ കൃപയാൽ കർത്താവെ ആ കുഞ്ഞുങ്ങളെ നീ കരുതണമേ ദൈവമേ. അതിന് ക്യൂർ കൊടുക്കണമേന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. സർവശക്തനായ ബലവാനായ തമ്പുരാനെ അങ്ങയുടെ ദാസനെ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. വളരെ പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ഓർത്തിട്ട് കർത്താവിന്റെ സന്നിധിയിലോട്ട് സമർപ്പിക്കുന്നു കർത്താവെ. ദേവദാസിന്റെ കുടുംബത്തെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, ഞങ്ങൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി കർത്താവെ ശക്തി കൊടുക്കണമേന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഹെൽത്തി ആക്കണമേന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. സർവശക്തനായ കർത്താവെ, ഞങ്ങള് ഓരോരുത്തരും കുടുംബമായി ഉറങ്ങാൻ പോകുമ്പോൾ ഞങ്ങളെ അങ്ങയുടെ തൃക്കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്ന കർത്താവെ. വളരെ സന്തോഷപൂർണമായി ഞങ്ങൾക്ക് എണ്ണിക്കുവാനും അങ്ങേ സ്തുതിക്കുവാനും ദൈവമേ എന്നും നന്ദിയുള്ളവരായിരിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നല്ല പാഠമായിരിക്കാൻ നീ തന്ന ഈ ദാനങ്ങളെ പ്രോപ്പർലി അങ്ങയുടെ ഇഷ്ടത്തിൽ വളർത്തിയെടുക്കുവാനും കൃപ തരണമേ. ഒരിക്കൽ കൂടി ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സർവ്വതും ഈശോപ്പച്ചന്റെ നാമത്തിൽ പൂർണ്ണമായും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ചു തരും തമ്പുരാനെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ട്യൂസ്ഡേ ഒരു 11 o'clock മുമ്പിൽ ഒരു വിഷയത്തിന് മറുപടി ഉണ്ടാകണം. ഞാൻ വിഷയം അതിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പറയാം. ആ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും ചേർന്ന് 1 മിനിറ്റ് ആ വിഷയത്തിനായി പ്രാർത്ഥിച്ചാണ്. താങ്ക് യു ജീസസ്. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. അതിന്മേൽ ദൈവത്തിന്റെ ഏറ്റുവാനും സ്തോത്രം. ട്യൂസ്ഡേ ഉച്ചയ്ക്ക് മുമ്പ് ആ വിഷയത്തിന് എനിക്ക് റിസൾട്ട് കിട്ടണം.
Praise God. ദൈവത്തിന്റെ കരം ആവശ്യത്തിന്മേൽ നീട്ടപ്പെടേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥന. എൽസ ആവശ്യത്തിനായി പ്രാർത്ഥിച്ചാട്ടെ. എൽസ, praise the Lord Jesus. Thank you, Jesus. Praise God, praise God, praise God, praise God, praise God, praise God, praise God. ഈ നിയോഗമുള്ള ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. എൽസ അച്ഛമ്മ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. അച്ഛമ്മ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി രാത്രികാലത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അവിടുത്തെ സന്നിധിയിൽ വചനം പഠിക്കുവാനും ഗ്രഹിപ്പാനും കർത്താവേ ഞങ്ങൾക്കിടയാക്കിയത് ഓർത്ത് സ്തോത്രം. എന്റെ ദാസനെ ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ആത്മാവിന്റെ നിറവിൽ മറച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നപ്പാ. കർത്താവേ, അവിടുത്തെ ദാസൻ പറഞ്ഞ വിഷയത്തിന്മേൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യവുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യത്തോടുകൂടി ഒരു കാര്യത്തിന്മേൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്ത വചനത്തെ ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരുമനപ്പെട്ട് ഞങ്ങൾ അവിടുത്തെ ദാസൻ പറഞ്ഞ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹം അയച്ചിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നപ്പാ. ആ കാര്യം നിവർത്തിച്ചു കൊടുത്തതിനായി സ്തോത്രം. എന്റെ ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയും. എന്റെ ദൈവം തന്റെ ദാസന് വേണ്ടി അത് ചെയ്തിരിക്കയാൽ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 സ്തോത്രം. കർത്താവിന്മേൽ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നല്ല സന്തോഷമുള്ള വാർത്ത കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അപേക്ഷയ്ക്ക് മറുപടി തന്നതിനായി സ്തോത്രം. സകലവും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. സെമിനാരി വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് ഒരുമിച്ച് ആശീർവാദം പറഞ്ഞാട്ടെ. യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. Amen. Praise the Lord. God bless you, everyone. See you in the morning. God bless you. Bye-bye. Thank you. Thank you.